പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ബിൻസി ലിവിങ്സ്റ്റൺ ആണ്. കർത്താവ് ഈ കാലയളവിൽ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബമായിട്ട് ഈ കാലയളവിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം എടുത്ത് അവരെ ശക്തമായി വിവിധ നിലകളിൽ, വിവിധ മേഖലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതാനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആകയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാമെല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ബിൻസി ലിവിങ്സ്റ്റനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? സിസ്റ്റർ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? പ്രൈസ് ലോർഡ് പാസ്റ്റർ. എൻ്റെ പേര് ബിൻസി ലിവിങ്സ്റ്റൺ. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തത് മുംബൈയിൽ നിന്നാണ്. എനിക്ക് ഹസ്ബൻഡ് പാസ്റ്റർ ലിവിങ്സ്റ്റൺ സക്കറിയ, ലിവിംഗ് വേ AG സഭയുടെ ശുശ്രൂഷകനാണ്. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ നാളുകൾ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾ, ബാല്യകാലം മുതലിട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി പങ്കുവയ്ക്കുന്നതിന് അവസരങ്ങൾ വേർതിരിച്ചു പോകും. തിരുവചനം പറയുന്നത് 103-ാം സങ്കീർത്തനം അതിന്റെ 1ഉം 2ഉം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ അരോമ ടിവിയിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ദൈവസ്നേഹത്തോടും ഈ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ TV നടത്തി വരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയേൽ അവர்களോടുള്ള വിനീതമായ എൻ്റെ നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. ക്ഷണിച്ചതിന് വളരെ നന്ദി. ദൈവം ഈ പ്രവർത്തനത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിൽ പ്രത്യേകിച്ച് അനേകരിത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയാം. ദൈവം എന്നെ നടത്തിയ വഴികൾ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായതു മുതൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ കർത്താവിനെ കണ്ടു. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവിനെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്റെ സാക്ഷ്യം നിങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ, ഒരു പാരമ്പര്യ മർത്തോമ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എനിക്ക് പിതാവും മാതാവും 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. ഇളയ വ്യക്തിയാണ് ഞാന്. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നൊരു കുടുംബമാണ്. പ്രത്യേകിച്ച് മതഭക്തിയിൽ വളരെയധികം ഉത്സാഹത്തോടെ നടന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എന്ന് പറയുമ്പോൾ പള്ളിഭക്തിയാണ് ഞാൻ ആ മതഭക്തി എന്ന് പറഞ്ഞത്. പള്ളിഭക്തി അത് ഒട്ടും ആരാധന മുടക്കാത്ത ഒരു കുടുംബം, വളരെയധികം ദൈവത്തെ സ്നേഹിച്ചു വന്ന ഒരു കുടുംബം. അങ്ങനെ ആരാധന മുടക്കാതെ എല്ലാ ദിവസങ്ങളിലും സഭയിൽ പോവുകയും പള്ളിയിൽ പോവുകയും ആരാധന കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വചനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ആ സത്യത്തിൽ ശരിക്കും നടന്നോ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയായിട്ടൊരു ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ജീവിച്ചത് എന്ന് ശരിയായിട്ട് എനിക്ക് പറയാൻ കഴിയത്തില്ല. കാരണം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളെ രക്ഷിക്കുവാനുള്ള ആ ഒരു സംവിധാനമാണ് എന്നുള്ളത് എനിക്ക് തികച്ചും അറിവില്ലായിരുന്നു. അതിനേക്കാൾ ഉപരി യേശു രക്ഷകനാണ് എന്നറിയാം. ഈ ലോകത്തെ രക്ഷിക്കാനാണ് വന്നത് എന്നറിയാം. പാപികൾക്കാണ് രക്ഷകനെ കൊണ്ട് ആവശ്യം എന്നറിയാം. പക്ഷേ ഞാനൊരു പാപിയാണ് എന്നുള്ള ഒരു അറിവ് എനിക്കില്ലായിരുന്നു. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ജന്മപാപവും തുടർന്ന് അവന്റെ പ്രവൃത്തിയിൽ കർമ്മപാപവും ഉണ്ട്. ഇത് മാനുഷികമാണ്. എന്നാൽ
ഇത് വ്യക്തമായ ഒരു അറിവ് വചനം പഠിച്ചിട്ടും ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം വായിക്കുമ്പോൾ പ്രാർത്ഥനാ സ്ഥലമുണ്ട് എന്ന് കരുതി അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ പ്രാർത്ഥനാ സ്ഥലം ഉണ്ട് എന്ന് കരുതി പോയെങ്കിലും അവിടെ പ്രാർത്ഥനാ സ്ഥലം ഇല്ലായിരുന്നു. അപ്പോൾ പുഴവക്കത്ത് ഇരുന്നു. അവിടെ അനേക സ്ത്രീകൾ ഉണ്ടായിരുന്നു. സ്ത്രീകളോട് വചനം സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്കൊരു പദം കാണുവാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളോട് സംസാരിച്ചിരുന്നു എങ്കിലും ഹൃദയം തുറക്കപ്പെട്ടവൾ ദൈവഭക്തയായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി ലുദിയായുടെ ഹൃദയമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവവചനം അവിടെ ശക്തമായിട്ടാണ് പ്രസംഗിച്ചത്. പക്ഷേ തിരുവചനം സൺഡേ സ്കൂൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഹൃദയം തുറന്നിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുള്ളൂ. എൻ്റെ ഹൃദയം തുറന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലായിരുന്നു. ഞാൻ പാപിയാണെന്നുള്ള എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ തന്നെ പാപത്തിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്, ജനിച്ചത് എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് രക്ഷകനെ എനിക്ക് അവിടെ ആവശ്യമില്ലാതെ പോയത്. എന്നാൽ ഏകദേശം ഒരു 17-ാമത്തെ വയസ്സിൽ ആ ഒരു ബോധ്യം എനിക്കുണ്ടായി. അതിനൊരു കാരണമുണ്ടായിരുന്നു. 1994 എൻ്റെ മൂത്ത സഹോദരൻ രക്ഷയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം അദ്ദേഹം സ്നാനപ്പെട്ടു. ജോലിയുള്ള ബന്ധത്തിലായിരുന്നു അപ്പോഴും. സ്നാനപ്പെട്ട് അതിനുശേഷം ദൈവിക വേലയെക്കുറിച്ചുള്ള വെളിപ്പാട് താൻ പ്രാപിക്കുകയും ദൈവവചന പഠനത്തിനായി റാന്നി ബൈബിൾ കോളേജിലേക്ക്, ഫെയ്ത്തിലേക്ക് പഠിക്കുവാൻ പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷം എന്ന സത്യം, സുവിശേഷം സത്യമാണെന്നറിയാം, യേശു രക്ഷകനാണെന്നറിയാം. പക്ഷെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ യേശു രക്ഷകനാണെന്നും അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ യേശു അത്യാവശ്യമാണ്, എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ എൻ്റെ സഹോദരൻ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പാപത്തെക്കുറിച്ച് അവൻ ബോധ്യപ്പെടുത്തുമായിരുന്നു. നമ്മുടെ മമ്മി നമ്മളെ ജനിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ പാപികളായിട്ടാണ് ജനിച്ചത് എന്ന് എന്നെ വ്യക്തമാക്കി. അങ്ങനെ ഒരു അറിവൊക്കെ ഉണ്ടായിരുന്നാലും അപ്പോഴും എൻ്റെ ഹൃദയം തുറക്കാനോ ഞാൻ അവിടെ സമർപ്പിക്കുവാനോ തയ്യാറായില്ല. 94 നവംബർ മാസം ഒരു പ്രത്യേക ദൈവിക ആലോചന, ദൈവിക ദർശനത്തോടും അതോടൊപ്പം എൻ്റെ സഹോദരനും കൂടെയുള്ളവരും പ്രാർത്ഥിച്ച ഉപവസിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പിതാവിനെയും മാതാവിനെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നി. അങ്ങനെ അവർ രക്ഷകനെ കണ്ടുമുട്ടുവാനിടയായി. ആ 2 മാസം എന്ന് പറയുന്ന അവിടെയുള്ള 94 നവംബർ ഡിസംബർ 2 മാസം ഞങ്ങളുടെ ഭവനം തികച്ചും ഒരു പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. കാരണം പെന്തക്കോസ്ത് അല്ലെങ്കിൽ വേർപാട് ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ദഹിക്കാത്ത ഒരു വിഷയമായിരുന്നു. എന്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് ചെറുപ്രായം മുതലേ സമാധാനം എന്താണെന്ന് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. തികച്ചും സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് കടന്നു പോയതെങ്കിലും പാട്ടും പ്രാർത്ഥനയ്ക്കൊന്നും വീട്ടിൽ കുറവില്ലായിരുന്നു, വചനം പഠിക്കുന്നതിനൊന്നും കുറവില്ലായിരുന്നു. പക്ഷേ ഈ മാതാവും പിതാവും പോയപ്പോ എൻ്റെ ആഗ്രഹം എൻ്റെ പിതാവ് കടന്നു പോകണം. കാരണം മദ്യപാനം അവസാനിപ്പിക്കുമല്ലോ, മദ്യപാനം വിട്ടുകളഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ, ഇത്ര മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പിതാവ് പോകുമ്പോൾ പിന്നെ മാതാവും പോകണമല്ലോ. അങ്ങനെ മാതാവും പിതാവും രക്ഷയിലേക്ക് കടന്നു വന്നു. അവർ വിശ്വാസ മാർഗം സ്വീകരിച്ചു. യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. ഒരു അടുത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പത്തനാപുരം ചാച്ചിപ്പിന് AG ചർച്ചിൽ അവർ അംഗമാകുവാൻ ഇടയായി തീർന്നു. അവിടേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. മാതാവും പിതാവും അവിടെ പോകും. ഞാന് ആയിരുന്ന പാരമ്പര്യ സഭയിൽ തന്നെ ഞാൻ കടന്നു പോകും. അങ്ങനെ ഏകദേശം 2 മാസക്കാലം വളരെയധികം ഒരു പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥ. മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോകുവാൻ ശ്രമിക്കും, പക്ഷേ ഞാന് കടന്നു പോകുവാൻ ഒട്ടും താല്പര്യമില്ല. കാരണം എൻ്റെ ഒറ്റ ആഗ്രഹം പപ്പ
പോകണം, അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷെ ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഇവരെന്നെ നിർബന്ധിച്ച് ചർച്ചിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കും. അത് മുഖാന്തരം വീട്ടിൽ പ്രശ്നമുണ്ടാകും. ഈ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് മാറും. അവസാനം എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? മനുഷ്യന് സ്വന്തമായിട്ട് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമില്ലേ എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ വിശ്വസിക്കുന്ന മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോയി, ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പോകുന്നു, ഇത്ര മാത്രമേ എൻ്റെ ചിന്തയുള്ളൂ. അതുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തരുത്, എന്നെ ക്ഷണിക്കരുത്, എന്നെ വിളിക്കരുത്. ഒരിക്കലും എൻ്റെ ജീവിതം ഇവിടെ തന്നെ ആയിരിക്കും അവസാനിക്കുന്നത്, ഞാൻ പെന്തക്കോസ്തിൽ വരില്ല എന്നൊരു നിർബന്ധം എനിക്കുണ്ടായത് കൊണ്ട് ഞാൻ മാതാപിതാക്കളോട് നിരന്തരം ഈ 2 മാസം എന്ന് പറയുന്നത് 2 വർഷം പോലെയായിരുന്നു. വളരെയധികം പ്രശ്നം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. സമാധാനം നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരി വീണ്ടും സമാധാനമില്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോ 94 ഡിസംബർ മാസം എന്നെ നിർബന്ധിച്ച് ഒരു രാത്രി ഒരു കോട്ടേജ് മീറ്റിങ്ങിന് ഒരിടത്തേക്ക് പോകേണ്ടി വന്നു, ഒരു വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ +2 പഠിക്കുന്ന സമയമായതുകൊണ്ട് എന്നെ തന്നെ വീട്ടിൽ വിട്ടിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ ഇളയ സഹോദരനും അപ്പോൾ പൂനെയിൽ ജോലിക്കായി കടന്നു വന്നു. അപ്പോ എന്നെ തന്നെ വീട്ടിൽ വിട്ടിട്ട് ഇവർക്ക് പോകുവാൻ കഴിയാത്തത് കൊണ്ട് നിർബന്ധിച്ച് എന്നെ അവർ കൊണ്ടുപോയി, നിർബന്ധപ്രകാരം. ഈ നിർബന്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ വിഷയമായിരുന്നില്ല. വളരെ വലിയ ഒരു ഭയങ്കര പ്രശ്നം, ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അന്നേ ദിവസം അതുവരെ ഞാൻ പൊട്ടിടുന്ന അനുഭവം എനിക്കില്ലായിരുന്നു. അന്നേ ദിവസം പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഈ വിധമായിരുന്നു. വളരെ പ്രശ്നമുണ്ടാക്കി വീട്ടിൽ. അന്നേ ദിവസം രാത്രി ഇവർ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി അടങ്ങത്തുള്ളൂ എന്നൊരു അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോ ഞാൻ പോകാൻ തയ്യാറായി. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നാണക്കേട് വരുത്തും, നിങ്ങൾ അവിടെ പോകുന്നത് നിങ്ങൾ മതിയാക്കും എന്ന് ഞാൻ അവരോട് ഒരു വെല്ലുവിളി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. പോകുമ്പോൾ അതുവരെ പൊട്ടിട്ടിട്ടില്ല, പക്ഷെ അന്ന് പൊട്ട് ഇട്ടിട്ട് ചന്ദനം ഇട്ട്, അതുവരെ ഞാൻ ചന്ദനം ഉപയോഗിച്ചിട്ടില്ല. പൊട്ട്, ചന്ദനം, കഴുത്തിൽ കറുത്ത ചരട്, കയ്യിൽ കുപ്പിവള, ഈ മുട്ടറ്റം വരെ കുപ്പിവള 2 കൈയും എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്യാത്ത ഒരു വികൃത രൂപം അന്ന് ഞാൻ പ്രതിഷേധം നിമിത്തം രേഖപ്പെടുത്തുകയുണ്ടായി. എന്നെ അവരിങ്ങനെ കൊണ്ടുപോയി ആ വീടിന്റെ ഫ്രണ്ട് റൂമിൽ അവരെല്ലാവരും പ്രേയറിനിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വരത്തില്ല. അപ്പോൾ അവരുടെ അകത്തെ ഒരു റൂമിൽ ഞാൻ അവിടെ ഒരു ചെയർ കണ്ടു. ആ ചെയറിൽ ഞാൻ ഇരുന്നു. അവരെല്ലാവരും പ്രേയറിന് പോയി. ആ റൂമിൽ പ്രാർത്ഥിക്കാനിരുന്നു. ഈ സമയത്ത് അവിടുത്തെ ഒരു ആന്റി എനിക്ക് ചായ കൊണ്ട് തന്നു. പക്ഷെ ഈ ചായ, ഈ പ്രതിഷേധം മുഴുവൻ അവിടെ ഞാൻ വെളിപ്പെടുത്തി. ഞാൻ അവരോട് പറഞ്ഞു, ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ നാണക്കെടുത്തുമെന്ന്. അവര് എനിക്ക് ചായ കൊണ്ട് തന്നപ്പോ ഞാൻ പറഞ്ഞത്, പെന്തിക്കോസ്തുകാരുടെ ചായ കുടിച്ചിട്ടുമില്ല, ഇനിയും കുടിക്കത്തുമില്ല എന്ന്. അത് സാധാരണ ഞാൻ ഇപ്പോൾ പറയുന്ന ശബ്ദത്തിലല്ല പറഞ്ഞത്, എൻ്റെ ഒരു അലറുന്ന ശബ്ദത്തിലാണ് ഞാൻ അത് പറഞ്ഞത്. പെന്തിക്കോസ്തുകാരുടെ ചായ കുടിക്കത്തുമില്ല, ഇതുവരെ കുടിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് എനിക്ക് കൈ നീട്ടി കൊണ്ടുവന്ന ചായ എൻ്റെ ശബ്ദത്തിൽ പൈശാചികമായിട്ട് അത്ര ശബ്ദത്തിൽ പറഞ്ഞ ആ ശബ്ദം, അതിൽ പേടിച്ച് ആ ആന്റി പുറകോട്ട് തന്നെ അങ്ങ് പോയി. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് തിരുവചനത്തിൽ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എന്ന് പറയുന്നത് ഉപവസിക്കാൻ കഴിഞ്ഞവരെല്ലാം ഉപവസിച്ചു. ശക്തമായി എൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു. പ്രാർത്ഥന മുഖാന്തരം എന്നെ അവർ കൊണ്ടുവരുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ദൈവത്തോട് കരഞ്ഞവർ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അപ്പോഴേക്കും മാതാപിതാക്കൾ പെന്തക്കോസ്തിൽ പോയതിന്റെ ഒക്കെ ഭയങ്കര ഒരു നാണക്കേട് ഞാൻ അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മുടെ +2 ഒക്കെ പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോ ഒരു നമുക്ക് നാണക്കേട് വരുന്ന ഒരു സമയം. ഫ്രണ്ട്സ് എല്ലാം പറയും അവർ ഹല്ലേലൂയക്കാരുടെ കൂടെ പോയി, അല്ലെങ്കിൽ അവരുടെ ആഭരണമൊക്കെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോ വളരെ ഒരു നാണക്കേടാണ് അന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ അവരുടെ മുമ്പിലൊക്കെ ഞാൻ മൗനമായിട്ടിരിക്കും. അവരോടൊക്കെ സംസാരിക്കുവാൻ ഇല്ലാതെ
ഞാനൊരു വേറൊരു ഒരു രൂപത്തിലായി തീരുവാനിടയായി തീർന്നു. മനസമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറി. അങ്ങനെ എനിക്ക് വേണ്ടി സഭ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. 95 ജനുവരി മാസം 1-ാം തീയതി എൻ്റെ അമ്മയുടെയും പപ്പയുടെയും സ്നാനം അവർ നിശ്ചയിച്ചിരുന്നു. 1-ാം തീയതി രാവിലെ ഇങ്ങനെ സ്നാനത്തിനു വേണ്ടി ഒരു സ്നാനക്കുളത്തിൽ ഒരു കിലോമീറ്ററോളം നടന്നു പോകണം. അപ്പോൾ അന്ന് അക്കാലത്തുള്ള പിതാക്കന്മാരൊക്കെ ഡ്രമ്മൊക്കെ അടിച്ച് ഈ റോഡിലൂടെ വലിയ സ്വരത്തിൽ പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച് രണ്ടുപേർ രക്ഷിക്കപ്പെട്ടതിന്റെ സന്തോഷം അവർ വെളിപ്പെടുത്തി റോഡിലൂടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി പോകുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, ബിൻസിയും വരണം. അങ്ങനെ വീണ്ടും ഒരു നിർബന്ധം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ ഞാൻ ഇവിടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ 2 മാസം എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അപ്പോൾ എനിക്ക് മറ്റു സഭയിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് ഉണ്ട്. വീട്ടിൽ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ള പലരും പറഞ്ഞു വരുവാൻ ഉപദേശിക്കാനൊക്കെ എൻ്റെ കൂടെ ഒരു വലിയ സൈന്യം തന്നെയുണ്ട്. അപ്പോ ഈ സ്നാന ശുശ്രൂഷയ്ക്ക് ഇവർ പോകുമ്പോ ഞാൻ പത്രോസ് യേശു കർത്താവിനെ ക്രൂശീകരണത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ പത്രോസ് അകലം വിട്ട് പിൻചെന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ദൂരെ മാറി നടന്നു. അതുപോലെ ഞാൻ അന്ന് ഞായറാഴ്ച രാവിലെ ഇവരിങ്ങനെ പോകുമ്പോൾ, പാട്ടുപാടി ഇവർ പോകുമ്പോൾ ഇവരോടൊപ്പം എൻ്റെ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കടന്നു പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും പുറകിൽ ഇവരോടൊപ്പം പോകണം. പക്ഷെ ഈ കാണുന്നവരാരും എന്നെ കാണരുത്, ഞാൻ ഇവരുടെ കൂട്ടത്തിലുള്ളവരാണെന്ന് കാണരുത്. കാരണം എനിക്ക് അത് ഒരു നാണക്കേട് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഏറ്റവും പുറകിൽ, ഏകദേശം ഒരു 10 ഫീറ്റ് പുറകിൽ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആര് കണ്ടാലും അവര് വിചാരിക്കരുത് ഞാൻ അവരുടെ കൂടെ ഉള്ളവരാണെന്ന് വിചാരിക്കരുത്. അപ്പൊ ഞാൻ അപ്പോഴൊക്കെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ. കാരണം പൊട്ട്, കുറി, അതുപോലെ ആഭരണങ്ങൾ, മോശമായ ഒരു രീതിയിലാണ് ഞാൻ അന്ന് കടന്നു പോയത്. ആ സ്നാനക്കുളത്തിൽ പോകുമ്പോൾ എൻ്റെ ചിന്ത, ഇതെന്താണ് ഇവർ ചെയ്യുന്നത്? ഞാൻ അങ്ങനെ അതുവരെ ഒരു സ്നാനം കണ്ടിട്ടില്ല. എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി ഞാൻ കുളമല്ല, ഒരു നദിയാണ്, ചെറിയൊരു തോട്, അതിന്റെ ആ വക്കിൽ പോയി ഇങ്ങനെ നിന്നപ്പോ മാതാപിതാക്കളെ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി സക്കറിയ അവർകൾ, തോന്നിയാമലയിലുള്ള ഒരു ദൈവദാസനാണ്, അദ്ദേഹമായിരുന്നു 95-ൽ ഞങ്ങളുടെ സഭയിൽ, ചാച്ചിപ്പിന AG സഭയിലുള്ള ദൈവദാസൻ. അദ്ദേഹം അതിനു മുമ്പ് എന്നെ ഒത്തിരി ഉപദേശിച്ചിട്ടുണ്ട്, തിരുവചനത്തിൽ എന്നെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് വായിക്കുമ്പോഴൊക്കെ എന്നോട് സുവിശേഷം പറയുമെങ്കിലും ഞാൻ തിരിച്ച് കോപത്തോടൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ആ ദൈവദാസനോടൊക്കെ വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് മുഖത്ത് നോക്കാനൊരു നാണക്കേടൊക്കെ ഉണ്ട്. എങ്കിലും ഈ സ്നാന ശുശ്രൂഷയിൽ അവൻ കടന്നുപോയി അവർ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ ദൈവദാസൻ ആ സ്നാനക്കുളത്തിൽ ആ തോട്ടിൽ വെച്ച് ഒരു സത്യസുവിശേഷം അവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം മുതലുള്ള യേശു കർത്താവിന്റെ വരവ് മുതൽ യേശു കർത്താവ് സഭയാകുന്ന മണവാട്ടിയെ ചേർത്ത് കൊള്ളുന്ന, നിത്യതയിൽ പ്രവേശിക്കുന്ന വരെയുള്ള സകല സുവിശേഷവും ചില നിമിഷങ്ങൾക്കകത്ത് പറഞ്ഞു തീർത്തു. തികച്ചും അദ്ദേഹം പറഞ്ഞത്, മനുഷ്യൻ മുഴുവനും പാപിയാണ്, അവൻ ജന്മപാപത്താൽ അവൻ ജനിപ്പിക്കപ്പെടുന്നു, അവന്റെ പാപം അവൻ തുടരുന്നു, അതുകൊണ്ട് അവൻ പാപം അവന്റെ ജീവിതത്തിൽ തുടരുകയാണ്. ഈ ജന്മകർമ്മ പാപത്തിന് വിടുതൽ എന്ന് പറയുന്നത് കർത്താവായ യേശു കർത്താവ് മാത്രമാണ്. ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സകല മനുഷ്യരുടെയും പാപപങ്കിലമായ ജീവിതത്തെ അവന്റെ കാൽവറി ക്രൂശ് മരണത്താൽ, അവൻ ഒഴുക്കിയ രക്തത്താൽ ആ മനുഷ്യനെ വിശ്വസിക്കുമ്പോൾ അവന്റെ പാപം കഴുകപ്പെടുകയാണ്. അന്നു മുതലാണ് സ്വർഗത്തിൽ അവന്റെ പേരെഴുതപ്പെടുന്നത്. ഈ സുവിശേഷ സത്യം ആ തോട്ടിൽ വെച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പാപിയാണ് എന്നുള്ള ആ ബോധ്യം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ ബോധ്യം മാത്രമല്ല, നിത്യതയെക്കുറിച്ചുള്ള അറിവ്. എനിക്ക് അതുവരെ നിത്യതയെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യ നരകത്തെ കുറിച്ചുള്ള ആ ഒരു വലിയ അറിവൊന്നും എനിക്ക് അപ്പോ ഇല്ല. നിത്യതയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതറിയാം. നരകത്തിൽ പോയി വെന്തുരുകും, അങ്ങനെ അത് മരിക്കാൻ ആഗ്രഹിച്ചാലും മരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള അറിവൊക്കെ ഉണ്ടെങ്കിലും ഇത് എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നുള്ള അറിവ് എനിക്കില്ലാത്തത് കൊണ്ട് അന്നേ ദിവസം യേശു ക്രിസ്തു മുഖാന്തരം മാത്രമേ രക്ഷയുള്ളൂ
ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് ദൈവദാസൻ അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായി പാപിയാണ്. ഇന്ന് ഈ നിമിഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ നിമിഷം ഒരുപക്ഷെ നമ്മുടെ മരണം സംഭവിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമോ അതോ നിത്യ നരകത്തിലേക്ക് പോകുമോ? അവിടെ പല്ലുകടിയും കരച്ചിലുമുണ്ട്, നിലവിളിയുണ്ട്, രക്ഷിക്കാൻ ആരുമില്ല, ഉണ്ടാകുകയില്ല എന്ന സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം, ലുദിയായുടെ ഹൃദയം പുഴവക്കത്ത് ഇരിക്കുമ്പോൾ അവളുടെ ഹൃദയത്തെ ശ്രദ്ധിപ്പാൻ ദൈവം തുറന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ആ സ്നാനക്കുളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സുവിശേഷം ശ്രദ്ധിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തെ തുറക്കുകയായിരുന്നു. ഇപ്പോ എനിക്കൊരു ബോധ്യമുണ്ടായി, ഞാൻ പാപിയാണല്ലോ. ആ ഒരു ബോധ്യം എനിക്കുണ്ടായി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം അതുവരെ ഇല്ല. ആർക്കൊക്കെയോ യേശു വേണം. അതൊരു പക്ഷേ ക്രിസ്ത്യാനിയായി ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് ആവശ്യമില്ലെന്നും അത് ജാതികൾക്കാണ് ആവശ്യം എന്നുള്ളൊരു ബോധ്യമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ക്രിസ്ത്യാനിയായി തന്നെ ജനിച്ചു, അതുകൊണ്ട് രക്ഷയുടെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു അറിവ് എനിക്ക് നന്നായിട്ടില്ലാത്തത് കൊണ്ട് അന്നേ ദിവസം എനിക്ക് ബോധ്യമായത്, അത് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഹൃദയം തുറന്നത് ആ ദിവസമായിരുന്നു. ആ സ്നാനക്കുളത്തിൽ വെച്ച് ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പാപിയാണ്, എനിക്ക് യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടതുണ്ട് എന്നുള്ള അറിവ് അന്ന് പ്രാപിക്കുവാനിടയായി തീർന്നു. ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പല പ്രാവശ്യം ആ ദൈവദാസൻ എന്നോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴൊന്നും സ്വീകരിപ്പാൻ എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു. പക്ഷേ ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയം തുറന്നാൽ അവൻ നിശ്ചയമായും രക്ഷകനെ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പ് എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവം ഒരു മനുഷ്യന്റെ, ഒരുപക്ഷെ പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ഒത്തിരി സുവിശേഷം പറയാം. പുഴവക്കത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു, ഒത്തിരി സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരുത്തിയുടെ ഹൃദയമാണ് ദൈവം തുറന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോഴും എല്ലാവരുടെയും ഹൃദയം ദൈവം തുറക്കണമെന്നില്ല. അതിൽ ഒരു വ്യക്തിയുടെ ഹൃദയമാണ് തുറക്കുന്നതെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടാകും. പ്രൈസ് ഗോഡ്. അതുപോലെ ദൈവത്തിനൊരു വലിയ പദ്ധതി മുഖാന്തരം എൻ്റെ ഹൃദയത്തെ ദൈവം തുറന്നു. അന്ന് അവിടെ വെച്ച് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് അടുത്തത് എന്തു ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നിത്യ നരകത്തെ കുറിച്ചുള്ള ആ ഒരു കേൾവി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അസമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുവരെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലായിരുന്നു. മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ പിതാവ് മദ്യപാനി ആയതുകൊണ്ട് ആ ഒരു സമാധാനം അനുഭവിച്ചിട്ടില്ല. 94 നവംബർ ഡിസംബർ 2 മാസം വലിയ സംഘടനത്തിലൂടെ അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലൂടെയാണ് ഞങ്ങളുടെ ഭവനം കടന്നുപോയത്. ഈ ജനുവരി മാസം 1-ാം തീയതി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അന്നേ ദിവസം രാവിലെ അവരോടൊപ്പം ഞാൻ ആരാധനയ്ക്ക് പോയി. ആരാധന കഴിഞ്ഞു വീട്ടിലേക്ക് കടന്നു വന്ന് ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും എൻ്റെ ഹൃദയം വല്ലാത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാപിയാണ്, ഞാൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും എന്നുള്ള ആ ഒരു ശബ്ദം എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ പാപം എന്നെ എങ്ങനെ കഴുകുന്നേ അതെനിക്കറിയത്തില്ല. അപ്പോ ഈ ഒരു ആരാധനയൊക്കെ കഴിഞ്ഞ് അന്നേ ദിവസം 2 മണിയായപ്പം വീട്ടിലേക്ക് കടന്നുപോയി. പക്ഷേ ഞാൻ അതിനുശേഷം ഒരു 7 മണി വരെയുള്ള സമയത്ത് വലിയ ഒരു അനുഭവത്തിലൂടെ സമാധാനം ദൈവം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു അസമാധാനം ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നടക്കുക. എന്തു ചെയ്യണം? എനിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ല. കാരണം ഞാൻ ആയിരിക്കുന്ന പാരമ്പര്യം വിട്ടുകൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല. പക്ഷേ ഹൃദയം പറയുന്നു നിനക്ക് എന്തോ ഒരു വ്യത്യാസം വരണമെന്നുള്ള ഒരു അനുഭവം എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ വിട്ടുകൊടുക്കാൻ മനസ്സുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു 7 മണി ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, വീടിന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു, വീട്ടിനകത്തേക്ക് കയറുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ മാതാവ് ചോദിക്കുന്ന എന്ത് പറ്റി, എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്ക് പറയാനും പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഇതിന് മാറ്റമുണ്ടായേ പറ്റൂ. കാരണം എനിക്കിനി മരിച്ചു പോകുന്നുള്ളൊരു പേടി ഹൃദയത്തിൽ വന്നു, വളരെ ഒരു പേടി.
ഞാൻ ഇപ്പം മരിക്കും എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഭരിച്ചത്. ഇപ്പം മരിക്കും, ഞാൻ മരിച്ചാ എങ്ങോട്ടാ പോകുന്നത്? നിത്യനരകം എന്ന് പറയുമ്പോൾ അതെന്നെ കൊണ്ട് സഹിക്കാൻ കഴിയത്തില്ല. കാരണം കരച്ചിലും പല്ലുകടിയും, മരിക്കാൻ ആഗ്രഹിച്ചാൽ മരിക്കാൻ കഴിയത്തില്ല, ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചാൽ പോലും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ഭയം എന്നെ കാർന്നു തിന്നുകയായിരുന്നു. ഒരു അർബുദ വ്യാധി പോലെ ആമേൻ. അകത്തെ അവയവങ്ങളെ കാർന്നു തിന്നുന്ന പോലെ എന്റെ ഹൃദയം മുഴുവനും പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞു, അവസാന നിമിഷം 7 മണിയാകുന്ന ആ സമയത്ത് എന്റെ മാതാവിനോട് ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് പേടിയാകുന്നു. പക്ഷെ എന്റെ അമ്മയ്ക്ക് അന്ന് സുവിശേഷം പറഞ്ഞു തരാനുള്ള അറിവൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട് ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ അറിവൊന്നും പ്രാപിച്ചില്ല. എങ്കിലും എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ, യേശുവിനെ നീ വിളിച്ചാൽ മതി, യേശുവിനെ നീ സ്വീകരിച്ചാൽ മതി, യേശു നിന്റെ രക്ഷകനാണെന്ന് നീ പറഞ്ഞാൽ മതി, നിനക്ക് ഹൃദയത്തിൽ സമാധാനം വരും എന്ന് അമ്മ എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാന് അവിടെ വെച്ച് അമ്മ പറഞ്ഞു തന്നതനുസരിച്ച്, യേശുവെ നീ എന്റെ ഹൃദയത്തിൽ വരണമേ. ചെറിയ പ്രായത്തിൽ VBS ഒക്കെ പഠിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, യേശു എന്റെ രക്ഷകനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എല്ലാവരുടെയും കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്റെ വ്യക്തിപരമായിട്ടില്ലായിരുന്നു. പക്ഷെ യേശു അപ്പച്ചൻ അത് കണ്ടു. പ്രൈസ് ഗോഡ്. ഞാൻ അവനുള്ളതാണെന്നും എന്റെ യേശുവിന് വേണ്ടി ഉള്ളതാണെന്നും യേശു മുന്നമേ ആ ഒരു സുവിശേഷ സത്യം എന്നെ ബോധ്യപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. പ്രൈസ് ഗോഡ്. ഈ സമയം അമ്മ പറഞ്ഞു തന്നതുപോലെ ഞാനിങ്ങനെ പറഞ്ഞു, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എനിക്ക് സമാധാനം തരണേ, ഞാൻ മരിച്ചു പോകും. ആ മരണഭീതി നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. മരിക്കാൻ തുടങ്ങുന്നു എന്നുള്ള ആ വ്യക്തിയിൽ എങ്ങനെയാണ് ഒരു ഭീതി കടന്നു വരുന്നത്? ഈ ഒരു ഭീതിയായിരുന്നു രാവിലെ അമ്മയും പപ്പയും സ്നാനപ്പെട്ട് കഴിഞ്ഞ ആ സുവിശേഷം കേട്ടത് മുതൽ വൈകിട്ട് ഒരു 7 മണി വരെയുള്ള സമയം. ആ ഒരു മരണഭീതി, ഇപ്പൊ മരിച്ചു പോകും, ഞാൻ ഇപ്പൊ നരകത്തിൽ പോകും, ഇപ്പൊ തന്നെ അങ്ങ് നരകം എനിക്ക് കിട്ടും എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ യേശുവിനെ എന്റെ സ്വന്തം അപ്പനായിട്ട് സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രൈസ് ഗോഡ്. ഈ ഒരു യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് അമ്മ എനിക്ക് പറഞ്ഞു തന്നു, യേശുപ്പച്ച എന്റെ ഹൃദയത്തിലേക്ക് വരണം എന്ന് നീ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അവിടെ തന്നെ മുട്ടുകുത്തിയിട്ട് എന്റെ മുറിയിലേക്ക് കടന്നുപോയി. യേശുവെ, ഞാനിങ്ങനെ നെഞ്ചത്ത് തട്ടിക്കൊണ്ട് പറയുക, യേശുവെ എന്റെ ഹൃദയത്തിൽ വരണേ, എനിക്ക് സമാധാനം വേണം, എന്റെ ഭീതി, എന്റെ പേടി മാറ്റണം എന്നൊക്കെ യേശുപ്പച്ചനോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. എന്റെ അറിവനുസരിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. പ്രിയ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, സന്തോഷം എന്ന് പറയട്ടെ. യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് എപ്പം വാന്ന് വിളിച്ചോ, എന്റെ ഭാഷയിലാണ്, കുഞ്ഞിനെ പോലെയാണ് സംസാരിച്ചത്, കണ്ണുനീർ ഒഴുകുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ ഒരു അനുഭവം ഓർക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഒത്തിരി കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുന്ന ആ നിമിഷം എന്ന് പറയുന്നത് വളരെ, കർത്താവിന് ഇഷ്ടമുള്ളവരെ കർത്താവ് തെരഞ്ഞെടുക്കും. ആ ഒരു തെരഞ്ഞെടുക്കും നിലമ്പറ ഇങ്ങനെ ഒരു വിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ അന്നേ ദിവസം ദൈവം എനിക്ക് സഹായിച്ചു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വായ് കൊണ്ട് യേശു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും യേശു കർത്താവിനെ നിങ്ങൾ ഒരു പക്ഷെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അവൻ എന്റെ പാപത്തെ കഴുകി എന്നെ വിശുദ്ധീകരിക്കുമ്പോൾ മാത്രമേ ജീവപുസ്തകത്തിൽ പേരെഴുതുകയുള്ളൂ എന്ന അറിവ് പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയരെ, അല്ലെങ്കിൽ എനിക്ക് പറയുവാനുള്ളത്, യേശു കർത്താവ് നല്ലവനാണ്. യേശുവിനെ പോലെ നമ്മെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. മാതാവിനോ പിതാവിനോ നമ്മോടൊപ്പം ജനിച്ച സഹോദരങ്ങൾക്കോ അത്രമാത്രം നമ്മെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അതുപോലെ അവസാന തുള്ളി രക്തം വരെയും തന്റെ ശരീരത്തിൽ നിന്ന് ഊറ്റിത്തന്ന് ആ സ്നേഹത്താലാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് നമ്മെ സ്നേഹിച്ച യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ എന്ന് പറഞ്ഞ് യേശു എന്റെ കർത്താവാണ് എന്ന് നിങ്ങൾ വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അന്നു മുതൽ നിങ്ങൾ യേശുവിന്റെ പൈതലായി ജീവിക്കുന്നു. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടുണ്ട് എന്ന് ബോധ്യമില്ലാത്തവർ നിങ്ങൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക. കർത്താവ് നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാനിടയായി തീരും. അന്ന്
ഈ 95 ജനുവരി മാസം 1-ാം തീയതി 7 മണിക്ക് എന്റെ ജീവിതത്തിൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം ആമേൻ തരുവാൻ ദൈവം ഇടയായി തീർന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതെ, അക്ഷരികമായി അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആമേൻ, എന്റെ സമാധാനം, യേശു കർത്താവിന്റെ സമാധാനം അന്നേ ദിവസം എന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് പതിഞ്ഞു. ആമേൻ, ഈ സന്തോഷത്തിൽ സമാധാനത്തിൽ തുടരുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. പ്രൈസ് ഗോഡ്, സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടായി. അടുത്ത ദിവസം മുതൽ അവൻ എന്റെ പാരമ്പര്യം ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. പൂർണ്ണമായി എന്റെ യേശു എന്റെ സ്വന്തമായത് കൊണ്ട് ഞാൻ യേശുവിന് സ്വന്തമാണ് എന്നുള്ളൊരു അറിവ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഇനി മറ്റാർക്കും സ്വന്തമല്ല, മറ്റൊന്നിനും സ്വന്തമല്ല. അവൻ മറ്റു യാതൊരു പാരമ്പര്യ ശക്തിക്കും സ്വന്തമല്ല. ഞാൻ എൻ്റെ യേശുവിന് മാത്രം സ്വന്തമാണ് എന്നുള്ള ഒരു അറിവ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം 2-ാം തീയതി മുതൽ ഞാൻ തികച്ചും യേശു എൻ്റെ അപ്പനാണെന്നുള്ള അപ്പന്റെ കരത്തെ പിടിക്കാൻ, എൻ്റെ പിതാവിന്റെ കരത്തിൽ പിടിച്ച് ഞാൻ എങ്ങനെ നടന്നുവോ അതുപോലെ ഒരു പിതാവിന്റെ കരത്തിൽ പിടിച്ച് എങ്ങനെ അവൻ ഒരു കുഞ്ഞ് നടക്കുമോ അതുപോലെ എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ പിടിച്ച്, യേശുവിന്റെ കരത്തിൽ പിടിച്ച് ഞാൻ ഇങ്ങനെ നടക്കുവാൻ തുടങ്ങി. യേശു എന്നോട് സംസാരിക്കുന്നത് അകത്തെ മനുഷ്യനിൽ എനിക്ക് അവൻ മനസ്സിലാക്കുവാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അവൻ അകത്തെ മനുഷ്യൻ അവൻ യേശുവിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു റേഡിയോ, നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ അധികം നമുക്ക് റേഡിയോ കാണാൻ കഴിയത്തില്ലെങ്കിലും പഴയ കാലഘട്ടത്തിലൊക്കെ ആ സമയമൊക്കെ റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോ പ്രവർത്തിപ്പിക്കുമ്പോൾ നാം ഓൺ ചെയ്യുമ്പോൾ ഒരു ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയത്തുള്ളൂ. അതിനുശേഷം നമുക്ക് വേണ്ടിയതായ ആ ചാനലിൽ പോയി ട്യൂൺ ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടിയതായ പ്രോഗ്രാം ലഭിക്കുകയുള്ളൂ. ആ ആന്റിനയൊക്കെ അന്ന് ക്രമീകരിച്ച് ആ ട്യൂൺ ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ളൊരു ശബ്ദം കേൾക്കുന്നതും, ഇല്ലെങ്കിൽ അതിനു മുമ്പ് കേൾക്കുന്ന ശബ്ദമൊക്കെ ശരിയായിട്ട് വ്യക്തമാകുകയില്ല. ഇങ്ങനെ ശരിയായിട്ടൊരു ട്യൂണിങ് എനിക്കും യേശു കർത്താവിനും ഉണ്ടായി. റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെ ശരിയായിട്ട് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. വചനത്തിലൂടെ കേൾക്കുന്നത് മുഴുവനും എനിക്കാണെന്നുള്ളത് അറിയാൻ തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ വചനം ധ്യാനിച്ച് അത് ഉരുവിടുവാൻ തുടങ്ങി. ഒരു അയവിറക്കാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ വചനം സംസാരിച്ചു കൊണ്ടേയിരുന്നു. എപ്പോഴും അവൻ കാണാതെ പഠിച്ച, സൺഡേ സ്കൂളിൽ കാണാതെ പഠിച്ച വചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവവുമായിട്ടൊരു ആഴമേറിയ ബന്ധം എനിക്കുണ്ടായി. ദൈവം എന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് ആമേൻ, മാർച്ച് മാസം 95 മാർച്ച് മാസം 30-ാം തീയതി ആമേൻ ഒരു ആരാധനയ്ക്ക് കടന്നു പോയപ്പോൾ, ഒരു പ്രയറിന്, ഫാസ്റ്റിംഗ് പ്രയറിന് കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അഭിഷേകത്തിൽ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ, അഭിഷേകത്തിൽ നിറച്ചു. അന്നേ ദിവസം ഞാൻ ഓർക്കുന്നു, ഇതുവരെയും പിന്നെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സന്തോഷം. അത് മാത്രമല്ല, ഞാൻ ഇരുന്ന സ്ഥലം മാത്രമേ അറിയത്തുള്ളൂ. രാവിലെ 10 മണിക്ക് ആരാധന തുടങ്ങിയത് ആമേൻ വൈകിട്ട് ഏകദേശം ഒരു 3-3:30 ആയപ്പോഴാണ് അത് നിർത്തുവാനിടയായി തീർന്നത്. നിർത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നെ നിർത്തിച്ചു. കാരണം വീട്ടിലേക്ക് കടന്നു പോകേണ്ടവരും ആരാധന അവസാനിപ്പിച്ചു പോകേണ്ടവരും ഒക്കെ ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. വൈകിട്ടത്തെ മീറ്റിംഗ് വീണ്ടും നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അഭിഷേകത്തിൽ നിറയ്ക്കുമ്പോൾ ഒരു ബോൾ എങ്ങനെയാണ് തറയിൽ വളരെ ശക്തിയോടെ അടിച്ചിട്ട് ഉയരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിനിലേക്ക് കടന്നു വന്ന് ശക്തിയോടെ അഭിഷേകത്തിൽ അമേൻ പുതിയ 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 ഭാഷയിൽ അമേൻ സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം സ്നാനത്തെ കുറിച്ചുള്ള അറിവ് കർത്താവിന്റെ ദാസന്മാർ പകർന്നു തന്നു. സ്നാനപ്പെടണം എന്ന് തിരുവചനത്തിന്റെ വാക്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് പഠിപ്പിച്ചു. സ്നാനം സത്യമാണ് എന്നുള്ള ദൈവിക സത്യം എന്നെ ബോധ്യപ്പെടുത്തി. ആമേൻ, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നുള്ള ദൈവത്തിന്റെ വചനം എന്നെ പഠിപ്പിച്ചു. ഞാൻ ആ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ സ്നാനം സത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ സഭയിൽ ദൈവദാസനോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, എനിക്ക് വേഗത്തിൽ സ്നാനപ്പെടണം. ആമേൻ, വേഗത്തിൽ കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റണം. അപ്പോഴൊക്കെ എൻ്റെ ചിന്ത എന്ന് പറയുന്നത്, യേശുവിന്റെ ഇഷ്ടം എങ്ങനെയാണ് സാധിക്കാൻ കഴിയുന്നത്, യേശുവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം, യേശുവിന്റെ ഇഷ്ടം ചെയ്യുക, ഇതാണ് എൻ്റെ ചിന്ത മുഴുവനും. അങ്ങനെ യേശു കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുവാൻ തീരുമാനിച്ചു. ദൈവദാസൻ മെയ് മാസം 21-ാം തീയതി 95 എന്നെ സ്നാനപ്പെടുത്തുവാൻ അമ്മേനിടയായി തീർന്നു. അങ്ങനെ സ്നാനത്തിന് ശേഷം ചില സമയങ്ങളിൽ ഒരു ദൈവിക വിളിയെ കുറിച്ചുള്ള ബോധ്യം ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ചിരുന്നു. സ്നാനപ്പെടുന്നതിന് മുമ്പ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തി.
അതിനുശേഷം ആമേൻ കർത്താവിന്റെ വേലയെക്കുറിച്ച് ഞാൻ പഠിക്കുവാനിടയായി തീർന്നു. പഠിച്ചു, ദൈവത്തിന്റെ വേല എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ എനിക്ക് ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കണം എന്ന് എനിക്കൊരു ചിന്ത അങ്ങനെ തോന്നി. ചിന്ത എന്ന് പറഞ്ഞത് എന്റെ സഹോദരൻ മുഖാന്തരം ലഭിച്ച അറിവ് മുഖാന്തരമാണ്. ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു അറിവ് കർത്താവിന്റെ ദാസൻ തന്നത് കൊണ്ട് ആമേൻ ഞാൻ തീരുമാനിച്ചു, അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞങ്ങളുടെ ചർച്ചിലെ ദൈവദാസൻ മുഖാന്തരം മണക്കാല ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ 98 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ആമേൻ കർത്താവ് വചനം പഠിപ്പിക്കുവാൻ വചനം പഠിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അവിടെ ആയിരിക്കുമ്പോഴും ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് എനിക്ക് തരുവാനിടയായി തീർന്നു. ദൈവം വ്യക്തമായി എന്നോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് അനുഭവിക്കുവാനിടയായി തീർന്നു. എന്റെ മൂത്ത സഹോദരൻ രക്ഷിക്കപ്പെട്ട് കടന്നു വന്നപ്പോൾ എനിക്ക് ഒത്തിരി തന്റെ അനുഭവങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു തന്ന പല സത്യങ്ങൾ അമ്മേൻ ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെയും ജീവിതത്തിൽ അതുപോലെ കടന്നു വരുവാനിടയായി തീർന്നു. ദേവദാസൻ പറഞ്ഞത് ആമേൻ നമ്മുടെ ആവശ്യങ്ങൾ എന്തുണ്ടായിരുന്നാലും അത് ചെറുതോ വലുതോ ഏതായിരുന്നാലും ഒരിക്കലും ഒരു മാനുഷികമായിട്ടൊരു വ്യക്തിയുടെ അടുത്ത് പോയി ചോദിക്കുകയോ പപ്പയുടെ അടുത്ത് മമ്മിയുടെ അടുത്ത് ചോദിക്കുകയോ ചെയ്യരുത് എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ ആവശ്യം എന്തായിരുന്നാലും പറയുക, ഇതാണ് ദൈവത്തോട് പറയുക, ദൈവം തരും. അങ്ങനെ പല ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈബിൾ സ്കൂളിലോട്ടൊക്കെ കടന്നു പോകുമ്പോ ആമേൻ മാതാപിതാക്കൾക്ക് അവിടെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിവില്ല. ആ കാലഘട്ടത്തിൽ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് വളരെ ചുരുക്കമാണ്. മാത്രമല്ല അവർ രക്ഷിക്കപ്പെട്ട് പുതിയ അനുഭവം ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ബോധ്യമൊന്നും അവർക്കും ഇല്ല. കടന്നുപോയി കൊണ്ടുവിട്ടു. അതിനുശേഷം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം, പ്രാർത്ഥിച്ച് നമ്മൾ നേടിയെടുക്കണം. പ്രൈസ് ഗോഡ്. കൊടുക്കേണ്ട ഫീസ് വളരെ തുച്ഛമായിട്ടുള്ള ഫീസൊക്കെ ആണെങ്കിലും അത് തരണമെന്നോ കൊടുക്കണമെന്നോ അവർക്കറിയത്തില്ലെങ്കിലും അമ്മൻ അവിടെ പോകുമ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ എന്റെ സഹോദരൻ പറഞ്ഞു തന്നനുസരിച്ച് അമ്മൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം ചില അനുഭവങ്ങളിലൂടെ ദൈവം നടത്തുവാനിടയായി തീർന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വിഷയമുണ്ട്. അമ്മേൻ നമ്മെ ദൈവം ഏതു വിധത്തിൽ പിന്നീടുള്ള നാളുകളിൽ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിലായിരിക്കും ദൈവം നമ്മെ ഉപയോഗിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുന്നത്. അപ്പോ ദൈവം എന്നെ നടത്താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അക്കാലഘട്ടങ്ങളിൽ കർത്താവ് എന്നെ ചെറിയ രീതിയിൽ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ മാത്രം കർത്താവ് എന്നെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു തന്നിരുന്ന ആ ഒരു വിഷയം, ആരോടും ആവശ്യങ്ങൾ പറയരുത്. ആമേൻ. ഞാൻ ആ സമയത്ത് ഏകദേശം ഒരു വളരെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ. നമുക്ക് അവിടെ സോപ്പ്, ചീപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ വരുമ്പോ പ്രത്യേകിച്ച് ഒരു 12, ഞാൻ അതങ്ങ് വ്യക്തമായിട്ടങ്ങ് പറയാം, ഒരു 12 ദിവസം കുളിക്കാൻ സോപ്പില്ലാതെ 12 ദിവസം കഴിഞ്ഞുപോയി. 12ാമത്തെ ദിവസം ആമേൻ ദൈവത്തോട് പറഞ്ഞ കർത്താവേ എനിക്കൊരു ബ്ലേഡിന്റെ കനത്തിലെങ്കിലും ഒരു ചെറിയ സോപ്പ് എനിക്ക് തരണേ. ആമേൻ 12 ദിവസമായി ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് കർത്താവ് എനിക്ക് തരണേ എന്ന് അന്നത്തെ ആ ചെറിയ പ്രായത്തിൽ ദൈവത്തോട് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, 12ാമത്തെ വയസ്സിൽ 12ാമത്തെ ദിവസം കർത്താവ് ആ പ്രാർത്ഥന അങ്ങ് കേട്ടു. ആമേൻ. 13ാമത്തെ ദിവസം 12ാം ദിവസം രാത്രി, ബൈബിൾ സ്കൂളിന്റെ അനുഭവം എന്നൊക്കെ പറയുന്നത് പ്രത്യേക അനുഭവമാണ്. അത് ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അത് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ആമേൻ. അന്ന് രാത്രിയില് ഈ ദൈവം എങ്ങനെ സംസാരിച്ചു എന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും എന്റെ ആഗ്രഹം ഒരു സോപ്പ് ഉപയോഗിച്ച് കുളിക്കണം, കർത്താവ് 12 ദിവസമായല്ലോ വേണമെന്ന് കർത്താവിനോട് പറഞ്ഞ ആ ഹൃദയത്തിന്റെ ആഗ്രഹം അന്നേ ദിവസം രാത്രി ആരോ മുഖാന്തരം അത് സാധിച്ചു. ആരാണെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. അമ്മേൻ. ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഉപയോഗിച്ച് പിറ്റേ ദിവസം രാവിലെ 13ാമത്തെ ദിവസം രാവിലെയാണ് ഞാൻ ഈ ബെഡൊക്കെ മടക്കി വെക്കുമ്പോ തലേണയൊക്കെ ഒതുക്കി വെക്കുന്ന സമയത്ത് എൻ്റെ ആ തലേണയുടെ കീഴിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്ലേഡ് കനത്തിൽ ഒരു സോപ്പ് ഉപയോഗിച്ച് തേഞ്ഞ് അവസാനം പറ്റിയ ഒരു ബ്ലേഡിന്റെ കനം മാത്രമേ ഉള്ളൂ. ഒരു സോപ്പിന്റെ ചെറിയൊരു കഷ്ണം എൻ്റെ തലേണയുടെ കീഴിൽ ഇരിക്കുന്നു. ഇത് എനിക്കിത് ഉൾക്കൊള്ളാനല്ല, അത് എന്താ പറയുന്നത്, അത് എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അയ്യോ, ഇതെങ്ങനെ ആരറിഞ്ഞു? ആരും അറിഞ്ഞിട്ടില്ല. എന്നെ ആരോടും പറയരുതെന്ന് ദൈവദാസൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ട്
ആരോടും, ഒരു വ്യക്തിയുണ്ട്, റൂംമേറ്റ് 2 പേരുണ്ട് വേറെ, അവരോടൊന്നും ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവം അറിഞ്ഞു. എന്റെ ആഗ്രഹം ദൈവം അന്ന് സാധിച്ചു. ഇതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം എന്നെ ഒരു കുഞ്ഞിനെ പോലെ, ഹല്ലേലൂയ, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഓരോ ദിവസവും ദൈവം ആശ്വസിപ്പിച്ച് വഴി നടത്തി. അങ്ങനെ ബൈബിൾ സ്കൂൾ പഠനമൊക്കെ പൂർത്തീകരിച്ച് 2000 പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം 2001 എന്റെ വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ഒരു ദൈവദാസനമേ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് എന്റെ ഭവനത്തിൽ പറഞ്ഞിരുന്നു. ഒരു ദൈവവേലയാണ് എന്റെ ആഗ്രഹം, ഞാൻ ദൈവവേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ഒരു ദൈവദാസനെ മാത്രമേ നിങ്ങൾ നോക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഒരു പരിശോധന എന്ന് പറയട്ടെ, പലരും ജോലിക്കാരായിട്ടുള്ളവർ മാത്രമാണ് കടന്നു വരുന്നത്. ഈ സാഹചര്യത്തിൽ അവർ വരുമ്പോൾ ഞാൻ പോയി നിൽക്കുമെങ്കിലും അവർ പോയതിനു ശേഷം ഞാൻ പറയും, ഞാൻ സ്വീകരിക്കത്തില്ല. കാരണം ഞാൻ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിച്ചതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ഉപവാസം 15 ദിവസം, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയിൽ നടന്നു. അതിന്റെ 15 ദിവസം ഞാൻ ഉപവാസമായിരുന്നു. 15ാമത്തെ ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ വന്ന് എന്നോട് ആലോചന പറഞ്ഞു, ഇന്നേക്ക് 4 മാസം കഴിയുമ്പോൾ നിന്റെ വിവാഹ കാര്യങ്ങൾ നടക്കും എന്ന് ദൈവദാസൻ പറയുവാനിടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് തന്നെയായിരുന്നു എന്റെ തീരുമാനം. ഡിസംബർ മാസം 26-ാം തീയതി പാസ്റ്റർ ലിവിങ്സ്റ്റൺ എന്നെ കാണാൻ വന്നു. അദ്ദേഹം പിന്നീട് ഇഷ്ടപ്പെട്ടു എന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അത് നിശ്ചയിക്കുവാനും, ദൈവദാസൻ ആലോചന പറഞ്ഞതുപോലെ, ദൈവം നിശ്ചയിച്ചതുപോലെ തന്നെ ഫെബ്രുവരി മാസം 14, 4-ാം മാസം പകുതിയോടെ എന്ന് പറയുന്നത് പോലെ പറഞ്ഞതുപോലെ തന്നെ ഫെബ്രുവരി മാസം 14-ാം തീയതി എന്റെ വിവാഹ എൻഗേജ്മെന്റ് നടക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ച ഒരേ ഒരു ചോദ്യം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എവിടെയും പോകുവാൻ തയ്യാറാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞു തയ്യാറാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്, അതിനു വേണ്ടിയാണ് ഞാൻ എന്നെ സമർപ്പിച്ചത് എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ മണക്കാല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫെയർവെൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ ഫെയർവെൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഓരോരുത്തരെ വിളിച്ച് നിങ്ങളുടെ ദർശനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെയാണ് പറഞ്ഞത്, ഞാനൊരു സഭാ ശുശ്രൂഷകന്റെ ഭാര്യയായി നിന്നുകൊണ്ട് സഭാ ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം എന്റെ ശുശ്രൂഷയെ കുറിച്ച് എനിക്ക് വ്യക്തമായി. കാരണം ഒരു വ്യക്തിയെ എനിക്ക് ദൈവം എന്നെ കാണിച്ച്, അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടുമ്പോൾ എന്റെ ശുശ്രൂഷ സഭാ ശുശ്രൂഷയാണെന്നുള്ളത് വ്യക്തത എന്നെ പഠിപ്പിച്ചത്, കർത്താവ് പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരെ ആശ്വസിപ്പിക്കുക, അവരെ അണച്ചു കൊണ്ടുപോകുക, അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുവാൻ ഞാനും കൂടെ നിൽക്കുക, ഇല്ലെങ്കിൽ അവരെ തളർന്നു പോകാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ ഒരു കൃപ തന്നത് ഈ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഒരു ഇടയ ശുശ്രൂഷ ഒരു ദൈവദാസനോട് ചേർന്ന് ശുശ്രൂഷയാണ് ദൈവം എന്നെ ഏൽപ്പിക്കുന്നത്. കാരണം ഒരു വ്യക്തി കരഞ്ഞുകൊണ്ട് വന്നാൽ അവരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ഒരു കൃപ തന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നത്, അവരെ ആത്മീയത്തിൽ വളർത്തുന്നത്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ദേവദാസനോട് ഇങ്ങനെ പറയുകയായിരുന്നു, ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഫെയർവെൽ മീറ്റിംഗിൽ ഞാനിങ്ങനെ പറഞ്ഞു, രാജസ്ഥാനിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിൽ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമാണ്. നോർത്ത് ഇന്ത്യ, അതോടൊപ്പം രാജസ്ഥാൻ, അത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാനിടയായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അതിനുശേഷം വിവാഹം നടന്നു. ഏപ്രിൽ മാസം 19-ാം തീയതി 2001 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പാസ്റ്റർ ലിവിങ്സ്റ്റൺ സക്കറിയ അദ്ദേഹം എന്നെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് വീട്ടിൽ മാതാവും പിതാവും 4 ആൺമക്കളാണ് അവരെല്ലാവരും ഏകദേശം സുവിശേഷ വേലയിലാണ്. അപ്പോ ഇദ്ദേഹം തമിഴ്നാട്ടിൽ, ഇവരുടെ പപ്പ അല്ലെങ്കിൽ എന്റെ ഫാദറിനോ അന്ന് 2001 എന്റെ വിവാഹം നടക്കുന്ന സമയത്തിന് 40 വർഷം മുമ്പ് അവരുടെ വിവാഹം നടന്ന സമയത്ത് അവർ കുടുംബമായിട്ട് തമിഴ്നാട്ടിലേക്ക്, കോയമ്പത്തൂർ, ഈറോഡ് എന്ന സ്ഥലത്തേക്ക് കടന്നുപോയി അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു.
അവിടെയാണ് ഇവർ 4 ആൺമക്കളും ജനിച്ചത്. അവിടെയാണ് അവർ പഠിച്ചത്, 4 പേരും പഠിച്ചത്. അതുകൊണ്ട് തമിഴ് നന്നായിട്ട് അവർക്കറിയാം. അവിടെ അങ്ങനെ പഠിച്ചത് കൊണ്ട് അക്കാലഘട്ടത്തിൽ ആരും, ഒരു വ്യക്തി പോലും അവിടെ, ഒരു സഭ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഒരു ഏകദേശം ഇന്ന് കണക്ക് കൂട്ടിയ 60-65 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇന്ന് അനേക ദൈവദാസന്മാർ, ഏകദേശം അപ്പച്ചന്റെ ശുശ്രൂഷയിൽ തന്നെ 30 ദൈവദാസന്മാർ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു എന്ന് ജീവനോടിരിക്കുമ്പോൾ തന്നെ. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ആ കാലഘട്ടത്തിൽ തന്നെ ഏകദേശം 30ഓളം പേർ കർത്തൃ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഈ റോഡ് ഡിസ്ട്രിക്ട് മുഴുവനും അനേക ദൈവസഭ ഉണ്ടായി, ദൈവമക്കൾ അനേകരുണ്ട്. അതിന്റെയൊക്കെ കാരണം അദ്ദേഹമായിരുന്നു. അങ്ങനെ ഒരു സുവിശേഷ സമർപ്പണമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ലിവിങ്സ്റ്റൺ സക്രിയ കടന്നു വന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അല്പം ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. അദ്ദേഹം BA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് പപ്പ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, ഈ സഭാ ശുശ്രൂഷ, ഞാൻ സുവിശേഷ വേല ചെയ്തോളാം, പക്ഷെ സഭാ ശുശ്രൂഷ ചെയ്യുകയില്ല, ജോലിയോടുകൂടെ മാത്രമേ ഞാൻ ശുശ്രൂഷ ചെയ്യുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന് തീരുമാനം. അതിനുശേഷം ചില കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് വേണ്ടി കടന്നുപോയി. അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. MA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റു പല കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നല്ലൊരു ജോലിക്ക് പോകാൻ ഉള്ള എല്ലാ സാധ്യതകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നീ സുവിശേഷ വേലയ്ക്കുള്ളവനാണ്, പൂർണ്ണ സമയ സുവിശേഷ വേല ഇടയ ശുശ്രൂഷയാണ് എന്ന് കർത്താവ് വ്യക്തമായി ബോധ്യം കൊടുത്തു. അദ്ദേഹം കണ്ടൊരു ദർശനം എന്ന് പറയുന്നത്, അനേക ആടുകൾ കടന്നു പോകുന്നു, ആടുകളുടെ മുമ്പിൽ ഇടയനില്ല, ഇടയില്ലാതെ ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. അപ്പോൾ ദൈവത്തിന്റെ അവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. അദ്ദേഹം ഇതിന്റെ ഇടയനെ അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. ആരാണ് ഇതിന്റെ ഇടയൻ? ഇടയനില്ലാതെ ആടുകൾ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹം ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുകയാണ്. ഇതിന്റെ ഇടയൻ എന്തിയെ കാണുന്നില്ലല്ലോ? അപ്പോ ദൈവത്തിന്റെ ആത്മാവ് ഒരു ശബ്ദം പോലെ അദ്ദേഹത്തിനോട് പറഞ്ഞു, അതല്ലേ നീ ആഗ്രഹിക്കാത്തത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ദൈവിക ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചു. മറ്റൊരു ദൈവദാസന്റെ മരണം അദ്ദേഹത്തിന് വീണ്ടും ഒരു ഉത്സാഹമായിരുന്നു. ശുശ്രൂഷ ആ സ്ഥാനം ഫില്ല് ചെയ്യണം എന്നൊരു ആഗ്രഹം ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ദൈവിക ആലോചനകൾ കൊണ്ടും പൂർണ്ണ സമയ ശുശ്രൂഷ വേലയ്ക്ക് വേണ്ടി താൻ ഇറങ്ങുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന സമയത്താണ് അദ്ദേഹം എന്നെ വിവാഹം ചെയ്തത്. അതിനുശേഷം പഠിച്ചു കഴിഞ്ഞു. 2001 ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലുള്ള ധർമ്മപുരി എന്ന് പറയുന്നതായ ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ധർമ്മപുരി ഡിസ്ട്രിക്റ്റിൽ കടന്നു വന്ന് അവിടെ വടക്കേന്ത്യ എന്നാണ് പറയുന്നത്, തമിഴ്നാടിന്റെ ഒരു വടക്കേന്ത്യ എന്നാണ് പറയുന്നത്. ധർമ്മപുരി എന്ന് പറഞ്ഞാൽ സുവിശേഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ജനം, അന്ധതയിൽ ജീവിക്കുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന, ആർക്കും ദൈവത്തെക്കുറിച്ച് അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അക്കാലഘട്ടം. അവിടെ ഞങ്ങൾക്ക് ഒരു റൂം തന്ന്, അന്ന് ആയിരുന്ന ഫുൾ ഗോസ്പൽ ആ ചർച്ച് ഞങ്ങൾക്ക് ഒരു റൂം എടുത്തിട്ട് തന്നു. അവിടെ ഞങ്ങൾക്ക് ചാവി തന്ന് ഞങ്ങളെ അവിടേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങി. അവിടെ ആ ദേശം മുഴുവനും, ആ ധർമ്മപുരിയുടെ അരൂർ എന്ന് പറയുന്ന ആ സ്ഥലം മുഴുവനും ഞങ്ങൾ പോയി സുവിശേഷം പലരോടും പറയുവാനിടയായിത്തീർന്നു. പക്ഷെ ഒരു കുടുംബം മാത്രം ആരാധനയ്ക്ക് കടന്നു വരുമെങ്കിലും അവർ പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ 2001 ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലുള്ള അരൂർ എന്ന സ്ഥലത്ത് 6 മാസം ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം കൃഷ്ണഗിരി, ഇപ്പോൾ കൃഷ്ണഗിരി എന്നറിയപ്പെടുന്ന, അന്ന് ധർമ്മപുരി ആയിരുന്നു, അതിന്റെ ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതും തമിഴ്നാടിന്റെ ബോർഡർ ആണ്, ബാംഗ്ലൂരിന്റെ ബോർഡർ, അവിടേക്ക് വീണ്ടും ഞങ്ങൾക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ അവിടെ കടന്നു വന്നു. അവിടെയും ഏകദേശം 6 മാസം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അവിടെ അടുത്തുള്ള മറ്റൊരു ചർച്ചിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 2 വർഷം തമിഴ്നാടിന്റെ പ്രദേശത്ത് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അവിടെ ഒരു ആലയം പണിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതുമാത്രമല്ല, ആലയം പണിയുവാനുള്ള ഒരു അഭിഷേകം ദേവദാസനുണ്ട്. പ്രൈസ് ഗോഡ്. എവിടെ പോയാലും ആലയം പണിയും. അങ്ങനെ ഏകദേശം ചില ആലയങ്ങളൊക്കെ പണിയുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഒരു അഭിഷേകം ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അങ്ങനെ അവിടെ വെച്ച് എനിക്ക് തമിഴിന്റെ ഒരു വാക്കുപോലും അറിയാത്ത വ്യക്തിയായ എന്നെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെച്ച് തമിഴ് എന്നെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അത് മാത്രമല്ല, തമിഴ് എഴുതുവാനും വായിക്കുവാനും ഒക്കെ അവിടെ വെച്ച് പഠിച്ചു. സംസാരിക്കുവാൻ അല്പം ലേറ്റ് ആയെങ്കിലും മുംബൈയിലേക്ക് കടന്നു വന്ന് വീണ്ടും നന്നായിട്ട് തമിഴ് ഭാഷ കൈകാര്യം ചെയ്യുവാനും ഇപ്പോൾ പ്രസംഗിക്കുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു.
അങ്ങനെ അവിടെ നിന്ന് അവിടെയുള്ള ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഞങ്ങളോട് ചോദിച്ചു, മുംബൈയിലേക്ക് നിങ്ങൾ കടന്നു പോകാമോ? അങ്ങനെ ദൈവദാസൻ അതിന്റെ തലേ ദിവസം ഒരു ദർശനം കണ്ടു, മുംബൈയിലേക്ക് കടന്നു പോകുന്നു എന്നൊരു ദർശനം കണ്ടു. പിറ്റേ ദിവസം ആ പ്രസിഡന്റ് ഇങ്ങനെ നേരിൽ കണ്ടപ്പോൾ ചോദിച്ചു. അങ്ങനെ ചോദിച്ച് ഞങ്ങൾ മുംബൈയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. 2004 മെയ് മാസം മുംബൈയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അവിടെയും ഭാഷ അറിയത്തില്ല. ഞങ്ങൾ മുംബൈ എന്ന് പറഞ്ഞപ്പോ വിചാരിച്ചത് മുംബൈ അല്ലേ, അല്ലെങ്കിൽ വളരെ ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് മുംബൈ എന്ന് വിചാരിച്ചപ്പോൾ വളരെ ഒരു 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 നല്ലൊരു സന്തോഷത്തോടാണ് കടന്നു വന്നത്. ഞങ്ങൾക്ക് ഹൊസൂറിലുള്ള ബാഗലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. ചില കുടുംബങ്ങളുണ്ട്. വലിയൊരു ചർച്ചാണ് അവിടെ ഉണ്ടായിരുന്നത്. ആത്മാക്കൾ ആമേൻ ഇവിടെ ഉണ്ട്. നല്ലൊരു സന്തോഷമായിട്ട് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ദൈവിക ആലോചന അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവ് തലേ ദിവസം സ്വപ്നം കണ്ടതും ദൈവത്തിന്റെ ദാസൻ ഞങ്ങളോട് ചോദിച്ചതും ദൈവഹിതമാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മുംബൈയിലേക്ക് കടന്നു വരികയായിരുന്നു. അങ്ങനെ മുംബൈയിൽ വന്ന് ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചു. മുംബൈയിൽ കടന്നു വന്ന ആ 3 മാസം തന്നെ, 3 മാസം ഭാഷ അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, യാതൊരു സ്ഥലത്തെക്കുറിച്ചും അറിവില്ല. ഇവിടെ ഞങ്ങൾക്ക് തമിഴ് മിനിസ്ട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആത്മാക്കൾ എന്ന് പറയുന്നത് വെറും ബാച്ചിലേഴ്സ്, ഒരു കുടുംബവും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ഒരു 4-5 പേരുമാണ്. ഞങ്ങൾ മൊത്തത്തിൽ അന്ന് ദൈവദാസനെ എഴുതി വെച്ചത് 7 പേരാണ് അന്ന് എഴുതി വെച്ചത്. 7 പേരാണ് ആ സഭയിൽ ഉള്ളത്. അവിടെയും കടന്നു വന്ന് ഒരു ആലയം പണിയുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. നല്ലൊരാലയം 3 മാസത്തിനകത്ത് ആലയം പണിയുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതുകൂടാതെ അവിടുന്ന് ഏകദേശം ഒരു വർഷമായപ്പോഴേക്കും വീണ്ടും ഞങ്ങളെ ആ സ്ഥാപനം തമിഴ്നാട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. നിങ്ങൾ വീണ്ടും ഇവിടേക്ക് കടന്നു വരാൻ വേണ്ടി ക്ഷണിച്ചു. പക്ഷെ ദൈവിക ആലോചന അതല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ റിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ സ്വയമായിട്ട് വീണ്ടും ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ 2006 വർഷം ആരംഭിക്കുന്ന ആ സമയം ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, വരേണ്ടി വന്നു. കാരണം അവിടെ വേറൊരു ദേവദാസൻ വന്നു. ഈ സമയത്ത് ഞങ്ങൾക്ക് വീട് ഇല്ല, എവിടോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഭാഷ നന്നായിട്ട് അറിയത്തില്ല, ഇങ്ങനെയുള്ള ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു വന്നപ്പോൾ എനിക്ക് മൂത്ത മകൻ ജനിച്ചു. മകൻ ജനിച്ചതിന് ശേഷം അവൻ 2002 ജൂലൈ മാസമാണ് അവൻ ജനിച്ചത്. വീണ്ടും രണ്ടാമത്തെ കുഞ്ഞ് 2006 ആരംഭകാലത്ത് പ്രഗ്നന്റ് ആണ്. ഈ സമയത്ത് 6 മാസം പ്രഗ്നന്റ് ആണ്. വീടില്ല. അവിടുത്തെ ദൈവദാസൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങൾക്ക് വീണ്ടും അവിടെ താമസിക്കാൻ പറ്റത്തില്ല, വീടില്ല, എവിടെ പോകണം, ഞങ്ങളുടെ സാധനം എവിടെ കൊണ്ടിടണം എന്നറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ഞങ്ങൾ ജീവിതം കഴിച്ചു. പ്രൈസ് ഗോഡ്. ഏകദേശം ഒരു വെള്ളിയാഴ്ച അവിടെ കടന്നു വരേണ്ട ദൈവദാസൻ കടന്നു വന്നു. ഞങ്ങൾക്ക് സമയം ലഭിച്ചില്ല, കടന്നു വന്നു. ശനിയാഴ്ച ഞങ്ങൾ ഇങ്ങനെ റോഡിലൂടെ നടക്കുകയാണ്. റോഡിലൂടെ നടന്നിട്ട് വീടിന് വേണ്ടി റോഡിലൂടെ നടന്നു. അവസാനം ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു വീട് കണ്ടുപിടിച്ചു. 2500 രൂപ വാടക. എങ്ങനെ അതിന്റെ വാടക കൊടുക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ വിശ്വാസത്തോടെ വീട് എടുത്തു. പക്ഷെ ഒരു ഡ്രോപ്പ് വെള്ളം പോലും കടന്നു വരാത്തൊരു വീടാണ്. അവിടെ ആരും താമസമില്ല, കാരണം അവിടെ വെള്ളം ആ വീട്ടിലില്ല. അപ്പൊ ഞങ്ങൾക്ക് തൽക്കാലം വെള്ളം ഇല്ലെങ്കിലും ഞങ്ങൾ ആ വീട്ടിൽ നമ്മുടെ സാധനം വെച്ച് കുഞ്ഞുണ്ട്, ഒരു മൂത്ത കുഞ്ഞുണ്ട്, 3.5 വയസ്സ് കഴിഞ്ഞ കുഞ്ഞാണ്. ഞാൻ പ്രഗ്നന്റ് ആണ്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുംബൈയിൽ റോഡിലൂടെ നടക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. വീടില്ലാതെ റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ അലയുക, എവിടെയാ പോകണ്ടേ, ഉച്ചയ്ക്ക് എവിടെ ആഹാരം കഴിക്കണം, ഇങ്ങനെ ഒന്നും അറിയാത്തൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെ ഒരു വീട് ഒരുക്കി, ഒരു വീട് ലഭിച്ചു. നിർബന്ധ പ്രകാരം ആ വീടിന്റെ ചാവി ഞങ്ങൾ വാങ്ങിച്ചു. അവിടെ ഞങ്ങൾ സാധനമൊക്കെ വെച്ചു. ഞങ്ങൾക്ക് സ്റ്റൗ ഇല്ല, വീട്ടിൽ സാധനങ്ങൾ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ മിനിസ്ട്രിയുമായിട്ട് അന്നേ ദിവസം കടന്നു വന്നു. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഞങ്ങളോട് ഒരു മാതാവ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ വരണം, കാരണം ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെട്ട മാതാവ്, എനിക്ക് നിങ്ങളുടെ കൂടെ വരണം. അങ്ങനെ ഞങ്ങള് പിറ്റേ ദിവസവും ഞങ്ങളുടെ ആ എടുത്ത റൂമിൽ പ്രാർത്ഥന തുടങ്ങി.
ഞാൻ പറയട്ടെ, ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഇല്ലാതെ എല്ലാ വീടുകളുടെ മുമ്പിൽ പോയി നിൽക്കും വെള്ളത്തിന്. എനിക്ക് അതിനെക്കുറിച്ച് അധികം പറയാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ട് മുന്നോട്ട് കടന്നു പോകട്ടെ. അങ്ങനെ വെള്ളത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, ദൈവദാസൻ വെളുപ്പിനെ 4 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് ആകുമ്പോൾ അവിടെ ഉള്ള ഒരു വെള്ളം പിടിക്കാൻ വരും. കോമൺ ആയിട്ടൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അത് ആരും കാണാതെ ദൈവദാസൻ പാത്രം എടുത്തോണ്ട് ഈ രാവിലെ 3 മണിക്ക് 1 മണി മുതൽ 3 മണി വരെയൊക്കെയുള്ള സമയത്ത് അവിടെ വെള്ളം പിടിക്കാൻ പോകും. വെള്ളം പിടിച്ചുകൊണ്ട് കുറച്ച് വെള്ളം ആമേൻ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയാണ് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയത്. കുറച്ച് ദിവസങ്ങൾ. അപ്പോ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച വെള്ളമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് ഉടനെ തന്നെ അവൻ ആ പൈപ്പിന്റെ വെള്ളം തുറന്നു തന്നു. ആ പൈപ്പിലൂടെ ഞങ്ങൾക്ക് വെള്ളം വന്നു. അനേക നാളുകളായിട്ട് ആരും ആ വീട്ടിൽ താമസിക്കാത്തത് കാരണം വെള്ളമില്ലാത്തത്. ഒരു ഡ്രോപ്പ് പോലും വരാതെ തുരുമ്പിച്ച ഒരു പൈപ്പായിരുന്നു ആ പൈപ്പ്. അന്ന് കർത്താവ് ഞങ്ങൾക്ക് വെള്ളം തന്നു. ഇതുപോലെ ഞാൻ തമിഴ്നാട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ഒരു അനുഭവം ഉണ്ട്. വെള്ളം വിശ്വാസത്തോടെ വെള്ളം വരാത്തൊരു പൈപ്പിൽ ട്യൂബ് ഇട്ടിട്ട് ടാങ്കിൽ ഇട്ടിട്ട് ആ ടാങ്കിലും പൈപ്പിലും ഈ ട്യൂബിലും കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്നിട്ട് കർത്താവേ, നാളെ വെള്ളം തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു അനുഭവം ഉണ്ട്. പിറ്റേ ദിവസം മഴയും പെയ്തു, ടാങ്ക് നിറഞ്ഞു, പൈപ്പിൽ കൂടെ വെള്ളവും വന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ടാങ്ക് കാണുവാനിടയായിത്തീർന്നു. ഈ ഒരു വിശ്വാസം കൊണ്ട് പൈപ്പിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും, സ്വർഗത്തിൽ ദൈവം അവിടെ വെള്ളം തരുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ വീട്ടിൽ വെള്ളം ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് നയിച്ചു. 2007 എൻ്റെ ഡെലിവറി സമയം എന്ന് പറയുമ്പോൾ സിസേറിയൻ ആണ്. രണ്ടാമത്തെ കുഞ്ഞിന് സിസേറിയന്റെ സമയത്ത് കഴിക്കുവാനൊന്നും പ്രിയതേ മക്കളെ ആഹാരമൊന്നും ഇല്ലായിരുന്നു. ആഹാരമൊക്കെ ഇല്ലാതെ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. ആത്മാക്കളൊക്കെ പുതുതായിട്ട് ചിലരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വീട്ടിൽ ആരാധന നടന്നു. 2006 എൻ്റെ സിസേറിയന്റെ സമയത്ത് പൈസ ഇല്ലാതെ ഡോക്ടർ പറഞ്ഞു നാളെ വന്ന് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. പക്ഷേ പൈസ ഇല്ല. ഞങ്ങളോട് പറഞ്ഞത് അന്ന് 2006 23,000 രൂപയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ആ 23,000 രൂപ ഇല്ലാതെ വൈകിട്ട് വരെ, തലേന്ന് വൈകിട്ട് വരെ ഇങ്ങനെ ഭാരപ്പെട്ടിരുന്നു. എങ്കിലും തക്ക സമയത്ത് ദൈവം ആ പൈസ തന്നു. അങ്ങനെ സിസേറിയൻ നടക്കുവാനിടയായി തീർന്നു. 2006 ഒക്ടോബർ 10-ാം തീയതി 3-ാം തീയതി കുഞ്ഞ് ജനിപ്പാനിടയായി തീർന്നു. നല്ലൊരു ആൺകുഞ്ഞിനെ കർത്താവ് എനിക്ക് ദാനം തന്നു. അങ്ങനെ 2 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് ദാനം തന്നു. വീണ്ടും 2007 ജൂലൈയിലേക്ക് കടന്നു വരുമ്പോ ആ ഒരു 1.5 മാസക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പരിശോധിച്ച ഒരു കാലഘട്ടമായിരുന്നു. ദൈവത്തിന്റെ പരിശോധനയിൽ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. നിൽക്കാൻ എന്ന് പറയുമ്പോൾ ദൈവം കൃപ തരും. പരിശോധിച്ചാലും ദൈവം നമുക്ക് സഹിക്കുവാൻ കൃപ തരും. ദൈവമാണ് പരിശോധിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശോധന ഉണ്ടാകും. പിശാച് നമ്മളെ പരീക്ഷിക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ആ പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവം നമ്മളെ പരിശോധിച്ചാൽ അതിന്റെ നീക്കുപോക്കും ദൈവത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പരീക്ഷ അനുഭവിക്കുന്നവർ ഇപ്പോൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ പരിശോധന കാലഘട്ടം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കുക. ദൈവം നീക്കുപോക്ക് തന്ന് നമ്മളെ സന്തോഷത്തോടെ പുറത്തിറക്കും. ഈ ഒരു 1.5 മാസ ജീവിതത്തിൽ ദൈവം പരിശോധനയ്ക്കായി ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദിവസമായിരുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മളെ ഏത് ശുശ്രൂഷയ്ക്കാണോ ദൈവം നിയമിച്ചിരിക്കുന്നത് ആ രീതിയിലായിരിക്കും നാം പരിശോധിക്കപ്പെടുന്നത് എന്നൊരു കാര്യം പറയാനിടയായി തീർന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ നിലയിൽ വളർന്നു വരണം, ഈ രീതിയിലാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ട് ദൈവം ഞങ്ങളെ പരിശോധിച്ചത്, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പട്ടിണിയുടെ നെല്ലിപ്പലക കാണുന്നൊരവസ്ഥയിലൂടെ ദൈവം ഞങ്ങളെ കടത്തിവിട്ടു. പട്ടിണിയുടെ നെല്ലിപ്പലക, അത് എത്രത്തോളം അതിന്റെ കാഠിന്യം എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത്രത്തോളം 1.5 മാസം എന്ന് പറയുന്നത് വളരെ കഠിനമേറിയ ശോധനയായിരുന്നു. ദൈവം കൃപ തന്നിട്ടുണ്ട്. ശോധന ഉള്ളപ്പോൾ തന്നെ കൃപയും നമുക്ക് ലഭിക്കും. കാരണം ലൂക്കോസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മറിയയ്ക്ക് കൃപ ദൈവം കൊടുത്തതിന് ശേഷമാണ്
ദൈവം അവളോട് പറയുന്നത്, ആമേൻ, നിന്റെ ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ടാകും എന്ന് പറയുന്നത്. ആദ്യം ദൈവം കൃപയാണ് കൊടുത്തത്. അതിനുശേഷമാണ് തന്റെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന, അത് നമുക്ക് സന്തോഷമാണെങ്കിലും മറിയയെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്. അപ്പോൾ ദൈവം കൃപ കൊടുത്തതിന് ശേഷമാണ് ഒരു അവസ്ഥയിലൂടെ കൊണ്ടുപോയത്. അതുപോലെ ദൈവം കൃപ തന്നു. ഈ പട്ടിണിയുടെ നെല്ലിപ്പലക എന്ന് പറയുന്നത് ജീവിതത്തിൽ ആമേൻ വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമയം. കുഞ്ഞിന് ഏകദേശം 6-7 മാസം കഴിയുന്ന സമയമാണ്. ആഹാരം കൊടുക്കേണ്ട സമയമാണ്. ആമേൻ, കുഞ്ഞിന് കൊടുക്കുവാൻ ആമേൻ യാതൊരു ആഹാരവും ഇല്ലാതെ ആമേൻ വളരെയധികം നെടുവീർപ്പിടുന്ന ഒരു സമയം. ആമേൻ, രാവിലെ എഴുന്നേറ്റാൽ രാത്രിയാകണമേ എന്ന പ്രാർത്ഥന, രാത്രിയായാൽ ദൈവമേ നേരം വെളുക്കണമേ എന്ന കണ്ണുനീർ. ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ആമേൻ അങ്ങനെ ഞങ്ങളെ ഒരു അനുഭവത്തിലൂടെ കടത്തിവിട്ടു. ആ പരിശോധനയുടെ അവസാനവും ആമേൻ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് മുഖാന്തരം പട്ടിണി മരണങ്ങളെന്നൊക്കെ കേട്ടിട്ടുണ്ട്, സൊമാലിയയിലൊക്കെ പട്ടിണി മരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, പട്ടിണി മരണമാണ് ഞങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് സഹിക്കാൻ തയ്യാറാ. ദൈവത്തെ ഈ 1.5 മാസം ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ഒറ്റ വാക്കുകൊണ്ട് പോലും ഇയ്യോബ് പറയുന്നത് പോലെ നാവിനാൽ പാപം ചെയ്യുവാൻ ഇടയായി തീർന്നില്ല എന്നുള്ളതാണ് എന്റെ സാക്ഷ്യം. ദൈവം എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആ ദർശനത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, ദൈവത്താൽ ഞാൻ സാക്ഷ്യം പ്രാപിച്ചവളാണ്. ആമേൻ, ഒരു വാക്കുകൊണ്ട് പോലും നീ ദൈവത്തെ ദുഷിക്കാത്ത ഒരു ദൈവ പൈതൽ എന്ന് ദൈവത്താൽ ഞാൻ സാക്ഷ്യം പ്രാപിച്ചു. ഈ 1.5 മാസം എന്ന് പറയുന്നത് ആമേൻ, കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ 1/2 ലിറ്റർ പാല് എവിടുന്നെങ്കിലും, അന്ന് 9 രൂപയാണ് 1/2 ലിറ്റർ പാലിന്. ഈ 9 രൂപ എവിടുന്നെങ്കിലും കഷ്ടപ്പെട്ട് ഒപ്പിച്ചിട്ട് കൊണ്ടുപോയി പാല് വാങ്ങിക്കും. ആ പാല് വാങ്ങിച്ചിട്ട് ഞങ്ങളൊന്നും ചായ കുടിക്കാറില്ല. മൂത്ത കുഞ്ഞിന് ഞങ്ങളൊന്നും കൊടുക്കാറില്ല. പക്ഷെ കുഞ്ഞിനെ ഞാൻ അവന്റെ ചെറിയ പ്രായത്തിൽ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവന് ചോക്ലേറ്റ് വളരെയധികം ആഗ്രഹം. ആരെങ്കിലും ഒക്കെ ചോക്ലേറ്റ് തരുമ്പോ ഈ ചോക്ലേറ്റ് എല്ലാം കൊണ്ടുപോയി ഇങ്ങനെ ഞാൻ ഒരു ഡബയിൽ ഇട്ട് വെച്ചിട്ട് ഈ കുഞ്ഞിന്, അവൻ ചോക്ലേറ്റ് വേണം മമ്മി എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി, മക്കളെ, യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചാലേ യേശുപ്പച്ചൻ ചോക്ലേറ്റ് തരത്തുള്ളൂ, മമ്മിയുടെ കയ്യിൽ ഇല്ലെന്ന് പറയും. അപ്പൊ അവൻ ഇങ്ങനെ ഓടിപ്പോയി, ഞാനിങ്ങനെ ഓടിപ്പോകുന്ന, ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന അവൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവൻ ഈ ചോക്ലേറ്റ് വേണം. അതിനു വേണ്ടി അവൻ ഇങ്ങനെ കട്ടിലിന്റെ അടുത്ത് പോയി ഇങ്ങനെ മുട്ടയിലിരുന്നിട്ട് യേശുപ്പച്ചാ എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, യേശുപ്പച്ചാ എനിക്ക് ചോക്ലേറ്റ് വേണം, യേശുപ്പച്ചാ ചോക്ലേറ്റ് വേണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ അവന്റെ തലയിൽ കൂടെ ഇങ്ങനെ വീഴത്തക്കോലെ ഇങ്ങനെ മേളിൽ കൂടി ഇങ്ങനെ എടുത്തെറിയും. ചോക്ലേറ്റ് ഇങ്ങനെ മേളിൽ കൂടെ പൊക്കിയിടുമ്പോ ഇവൻ പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോ ഇവന്റെ ചുറ്റിലും വീഴുന്നതും ശബ്ദം കേട്ടിട്ട് ഇവൻ കണ്ണു തുറക്കുമ്പോ ഇവന്റെ ചുറ്റിലെല്ലാം 2-3 ചോക്ലേറ്റ് കിടക്കും. അപ്പൊ ഇവന്റെ വിശ്വാസം എന്താ? ഈ കുഞ്ഞ് പറയുന്നത് എനിക്ക് യേശുപ്പച്ചൻ മേളിൽ നിട്ട് തന്നു. അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെ ഒരു വിശ്വാസം പഠിപ്പിച്ചിരുന്നുകൊണ്ട് യേശുപ്പച്ചൻ മേളിൽ നിട്ട് തരും, അവന്റെ വിശ്വാസമാ. ഇപ്പോഴും ആ കുഞ്ഞ് അത് തന്നെ വിശ്വസിക്കുന്നുണ്ട്, യേശു കർത്താവ് തരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പിക്ചർ പോലെ അവരുടെ ഹൃദയത്തിൽ പതിക്കും. അവരെത്ര വളർന്നാലും എത്ര വലുതായാലും ആ അനുഭവം അവർ മറക്കത്തില്ല. അമ്മ, ഞാൻ ഈ കുഞ്ഞിനെ പഠിപ്പിച്ചത് കൊണ്ട് ഈ കുഞ്ഞിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ, വിശക്കുന്നെങ്കിൽ യേശുപ്പച്ചനോട് ചോദിക്കുക, യേശുപ്പച്ചൻ തരും. അങ്ങനെ ഈ കുഞ്ഞിങ്ങനെ ഒരു 1-2 അനുഭവം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ആ കുഞ്ഞ് എൻ്റെ അടുത്ത്, മമ്മി ബിസ്ക്കറ്റ് വേണം, എനിക്ക് ബിസ്ക്കറ്റ് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ 1/2 ലിറ്റർ പാല് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞാൻ വലിയ ഒരു കലത്തില് നിറച്ച് വെള്ളം അങ്ങ് ആക്കും. അങ്ങനെ ഒരു കലം മുഴുവൻ ഞാൻ അത് പാല് പോലെ കാച്ചി വെച്ചിട്ട് പിറ്റേ ദിവസം വരെ അതിങ്ങനെ ചൂടാക്കി സ്തോത്രം പറഞ്ഞ് ചൂടാക്കി ഞാൻ അതിനെ സൂക്ഷിച്ചു വെച്ചേക്കും, കെട്ടുപോകാതിരിക്കാൻ. അങ്ങനെ ഈ 1/2 ലിറ്റർ പാലാണ് ഈ 6-7 മാസം പ്രായമുള്ള കുഞ്ഞിനും അമ്മൻ കൊടുത്ത. മൂത്ത കുഞ്ഞും ഞങ്ങൾ 3 പേരും പൂർണ്ണ പട്ടിണി. ഒരു ആഹാരം, ഒരു ചോക്ലേറ്റ്, ഒരു ബിസ്ക്കറ്റ് പോലും എടുക്കാനില്ലാതെ ഈ കുഞ്ഞിനിങ്ങനെ വെള്ളം ഇങ്ങനെ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കും. അവനിങ്ങനെ കുടിക്കും. അല്പസമയത്തിനവൻ വീണ്ടും യൂറിൻ പോയിട്ട് അവൻ വീണ്ടും വിശക്കും. ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അവൻ ഒരു കുറെ നാളും, ഏകദേശം 1.5 മാസം ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം നയിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോ ഈ കുഞ്ഞ് മൂത്തമ്മ പറഞ്ഞു, മമ്മി എനിക്ക് ഒരു ബിസ്ക്കറ്റ് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ ഹൃദയം പിടച്ചു. ഒരു മാതാവ്, അവനെ ഇങ്ങനെ എന്റെ മടിയിൽ വെച്ച് ഇങ്ങനെ തടവി കൊടുക്കും. അങ്ങനെ തടവി അവൻ ഇങ്ങനെ ഉറങ്ങും.
തടവി ഉറക്കി ഒത്തിരി സന്ദർഭം എനിക്കുണ്ട്. കുഞ്ഞിനൊന്നും കൊടുക്കാതെ അവനെ ഇങ്ങനെ ഉറക്കിയ സന്ദർഭം. ദൈവദാസനും ഇടയ്ക്കൊക്കെ പറയും, നന്നായി പഠിച്ചിട്ടുണ്ട്, ജോലിക്ക് പോയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ജോലിയോട് കൂടെ സുവിശേഷ വേല ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും താൻ സമർപ്പിക്കപ്പെട്ടത് കൊണ്ട്, അവിടെ നിന്ന് ഞാനൊരു വിഷയം കൂടെ പറയട്ടെ. ദൈവദാസൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ നല്ല ജോലി അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷേ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത്രയധികം കഷ്ടപ്പെടണോ, ജോലിക്ക് പോയി ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്താൽ കുഴപ്പം എന്തുവാ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നാം. പ്രിയ ദൈവമക്കളെ, തീരുമാനവും സമർപ്പണവും വ്യക്തിപരമാണ്. ആ ഒരു ചിന്ത ജോലി ചെയ്യുന്നതിന്, സുവിശേഷ വേലക്കാർ ജോലി ചെയ്യുന്നതിനോട് യാതൊരു തെറ്റും പറയാൻ കഴിയത്തില്ല. ജോലിയോടുകൂടെ സുവിശേഷം ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്ക് ജോലിയോടൊപ്പം ചെയ്യുമ്പോൾ ജോലി ഇല്ലാതെ ചെയ്യുന്നവരെക്കാൾ ഒരുപക്ഷെ കൂടുതൽ ചെയ്യാമായിരിക്കാം. എന്നാൽ നമ്മൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച സമർപ്പണം, അത് ദൈവം അംഗീകരിച്ച വിഷയമാണ്. ദൈവവേലയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കൊള്ളാം എന്ന് തീരുമാനിച്ചിട്ട്, പൂർണ്ണമായി ഞാൻ ജോലിയോട് കൂടെ അല്ല, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ സകലവും യേശുവിന് വേണ്ടി മാത്രമാണ് എന്ന് സമർപ്പിച്ചതിന് ശേഷം ഈ ലോകത്തിൽ ഒരു ജോലിക്ക് പോകുന്നത് അത് ശരിയാവുകയില്ല. അങ്ങനെ ഒരു സമർപ്പണം ഇല്ലാത്തവർക്ക് പോകാം. പക്ഷെ ഈ സമർപ്പണം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ലിവിങ്സിനെ സംബന്ധിച്ചിടത്തോളം താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവിക ആലോചന ദൈവം കൊടുത്തത്. ആ ആലോചനയുടെ മുമ്പിലാണ് പൂർണ്ണ സമയത്തിനായി സമർപ്പിച്ചത്. അതുകൊണ്ട് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള സമർപ്പണവും തൻ്റെ ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു തീരുമാനത്തിലും താൻ പുറകോട്ട് വ്യതിചലിക്കാൻ പാടില്ല. താൻ വ്യതിചലിക്കുവാൻ തീരുമാനിച്ചില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ജോലിയിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ക്രിസ്തീയ സംഘടനകളിൽ ജോലിക്ക് കടന്നു പോകാമെന്ന് വിചാരിച്ചെങ്കിലും അവിടെയൊന്നും ദൈവം അനുവദിച്ചില്ല. തുടർന്ന് ജീവിതം മുന്നോട്ട് പോവുകയാണ്. ആമേൻ. ഒരു ദിവസം എൻ്റെ കുഞ്ഞ് ബിസ്ക്കറ്റ് ചോദിച്ചതിന്റെ, മൂത്ത മകൻ ബിസ്ക്കറ്റ് ചോദിച്ചതിന്റെ പിറ്റേ ദിവസം ദൈവം ആർക്കും കടക്കാരനല്ല പ്രിയരെ. ദൈവം നമ്മളെ നശിപ്പിക്കുന്നവനല്ല. നമ്മളെ ജീവൻ തരാൻ വേണ്ടി അവൻ ഏത് മാർഗം ഉപയോഗിക്കുന്ന, നമ്മളെ ജീവിപ്പിക്കാൻ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഒരുപക്ഷെ ചില കഷ്ടതകളും ചില പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരാം. പക്ഷെ ഈ അനുഭവം പിന്നീട് നമ്മുടെ ശുശ്രൂഷയായി മാറും. പിന്നീട് നമ്മുടെ ശുശ്രൂഷയായി മാറണം എന്നുള്ളത് കൊണ്ട് ഈ ഒരു കഠിന ശോധന നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കണമെങ്കിൽ നാം കഠിനമായ പാതയിലൂടെ കടന്നു പോകണം. ജനങ്ങൾ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവം നമ്മെ അന്ന് കൊണ്ടുപോയി അനുഗ്രഹത്തിന്റെ പാതയിൽ നിർത്തുമ്പോൾ ജനങ്ങൾ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ വേദനയും അവരുടെ ദുഃഖവും മനസ്സിലാക്കണമെങ്കിൽ നാം ആ കഷ്ടതയിലൂടെ കടന്നു പോകണം. ഒരു സുവിശേഷ സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യനെ രക്ഷിക്കാമായിരുന്നു. അവന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാൻ വേറെ മാർഗം സ്വീകരിച്ചിരിക്കാമായിരുന്നു. പക്ഷേ യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നാം തെറ്റു പറയാതിരിക്കാൻ വേണ്ടിയാ. കാരണം യേശു ദൈവമായിരുന്നത് കൊണ്ട് അവൻ ദൈവമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആ സുവിശേഷത്തെ സിമ്പിളാക്കി കളയാതിരിക്കാൻ വേണ്ടിയാ. നാം അനുഭവിച്ച സകല കഷ്ടതകളും യേശു അനുഭവിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നമുക്ക് മുന്നമേ അവനൊരു ദൃഷ്ടാന്തമാണ്, നമുക്കൊരു മാതൃകയാണ്. യേശു നമ്മെ പോലെ കരഞ്ഞു, യേശു നമ്മെ പോലെ വേദനിച്ചു, യേശു നമ്മെ പോലെ പല കഷ്ടങ്ങൾ അനുഭവിച്ചു. പാപമില്ലാത്തവൻ, ഹല്ലേലൂയ, പല കുറ്റാരോപണങ്ങൾ അവന് വേണ്ടി ഉണ്ടായി. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അങ്ങനെ ഇല്ലെങ്കിൽ വേറൊരു മാർഗം സ്വീകരിക്കാമായിരുന്നു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി. കാരണം നാം തെറ്റു പറയാതിരിക്കാനും മാത്രമല്ല നമ്മുടെ പാടുകൾ ദൈവത്തിന് അറിയുവാനും. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞോളട്ടെ, നമ്മുടെ ശുശ്രൂഷ ദൈവം ഏത് രീതിയിൽ കൊണ്ടുവരുന്ന ആ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ നടത്തുന്നു. ഇവിടെ എൻ്റെ കുഞ്ഞിനെ കർത്താവ് അത്ഭുതം കാണിക്കുവാനും ഇന്നും ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി, അനേകർക്ക് പ്രയോജനമാകാൻ വേണ്ടി, പ്രൈസ് ഗോഡ്, അന്നത്തെ ദിവസം അതിന്റെ പിറ്റേ ദിവസം രാവിലെ
ഒരു സഹോദരൻ മറ്റൊരു വിവാഹ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ മുഴുവനും, ഒരു പ്ലാസ്റ്റിക് കവറിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ ബോംബെയിൽ ഏതൊക്കെ കമ്പനിയുടെ ബിസ്ക്കറ്റ് കിട്ടുമോ അത്ര ബിസ്ക്കറ്റ് ഹല്ലേലൂയ ഒരു വലിയ തുണിക്കവറിൽ പിടിച്ചുകൊണ്ട് എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഇതെന്തിനു വേണ്ടിയാണ് കർത്താവ് കൊണ്ടുവന്നത്? സാധാരണ നമ്മളിങ്ങനെ പോകുമ്പോൾ എല്ലാ കമ്പനികളുടെ ബിസ്ക്കറ്റ് ഒന്നും ആരുടെയും വീട്ടിൽ കൊണ്ടുപോകാറില്ല. എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചോണ്ട് പോകത്തേ ഉള്ളൂ. പക്ഷേ എന്റെ കുഞ്ഞിന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ, ദൈവം ഞങ്ങളെ കൈവിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ആ ഒരു സഹോദരനെ വീട്ടിലേക്ക് കണ്ടുവന്ന് ബിസ്ക്കറ്റുകളുടെ കൂമ്പാരം ഹല്ലേലൂയ വലിയൊരു അത്ഭുതം എന്ന വണ്ണം ആ ബിസ്ക്കറ്റുകളുടെ കൂമ്പാരം കർത്താവ് കൊണ്ടുവന്നു. ആ മനുഷ്യനെ കൊണ്ടുവന്നു. പിന്നീട് ഒരു ദിവസം 5 രൂപയാണ് മൊണാക്കോ ബിസ്ക്കറ്റിന്. അപ്പൊ ഈ ടിവിയിൽ അഡ്വർടൈസ്മെന്റ് വന്നപ്പോ അതിനകത്തൊരു മൊണാക്കോ ബിസ്ക്കറ്റിന്റെ അഡ്വർടൈസ്മെന്റ് വന്നപ്പോ എന്റെ മൂത്ത ആള് ചോദിച്ചു, മമ്മി എനിക്കൊരു മൊണാക്കോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചു. പക്ഷേ ഇത് കേട്ടപ്പോ, ദേവദാസൻ കേട്ടോണ്ടിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയം പെടച്ചു. ഈ 5 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തൊരു അപ്പനാണല്ലോ ഞാന് എന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് പറയാനിടയായിത്തീർന്നു. 5 രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച കൊടുക്കാൻ കഴിവില്ലാത്തൊരു അപ്പൻ എങ്ങനെ വിഷമിച്ചിരുന്നു കൊണ്ടിരുന്നപ്പോ ഈ കുഞ്ഞ് ചോദിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരി പുള്ളിക്കാരി കടന്നു വന്നപ്പോ ഒരു മൊണാക്കോ ബിസ്ക്കറ്റും കൊണ്ട് വീട്ടിലോട്ട് വന്നേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്റെ മൂത്ത മോന് വിദേശത്തേക്ക് കടന്നു പോയപ്പോ അവനെ വീണ്ടും ഓർപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചർച്ചിലുള്ള യൂത്ത്സ് ഗിഫ്റ്റ് കൊടുത്തത് മൊണാക്കോ ബിസ്ക്കറ്റാ. മറ്റു പല ഗിഫ്റ്റുകൾ കൊടുത്തെങ്കിലും 10 രൂപയുടെ മൊണാക്കോ ബിസ്ക്കറ്റ് അന്ന് ഗിഫ്റ്റ് കൊടുക്കാനിടയായിത്തീർന്നു. അവൻ അന്നേ ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ പൊട്ടിച്ചു നോക്കിയപ്പോ മൊണാക്കോ ബിസ്ക്കറ്റ്. അപ്പോൾ ആ അനുഭവം വീണ്ടും പങ്കുവയ്ക്കുവാനിടയായിത്തീർന്നു. ഈ കഷ്ടതയുടെ അവസാന ഒരു നിമിഷം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കഷ്ടതയുടെ അവസാനം ഏകദേശം 1 മാസം കഴിഞ്ഞു. ഈ സമയത്ത് ഒന്നുമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ കണ്ണുനീരോടെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ ദേവദാസൻ ധാരാവിയിൽ പോയിട്ട് സൈനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ 5 രൂപ ഉണ്ടായിരുന്നു. ഈ 5 രൂപ മറ്റൊരു സന്ദർഭമാണ്. 5 രൂപ അദ്ദേഹം വരുന്ന വഴിക്ക് ബാണ്ടൂപ്പ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ബാണ്ടൂപ്പിൽ ഈ തള്ളുവണ്ടിയിൽ സാധനങ്ങൾ വെജിറ്റബിൾ ഒക്കെ വിറ്റിട്ട് ഏറ്റവും അവസാനം ഈ പൊട്ടിയതും കീറിയതുമായിട്ടുള്ള പടവലങ്ങ ഒരു 3 കൂട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരുന്നു, 3 കൂട്ടമായിട്ട്. അദ്ദേഹം പറഞ്ഞു രാത്രി 11 മണിയോളം ആയിട്ടുണ്ട്, അപ്പോഴാണ് വരുന്നത്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞത് 6 രൂപയാണ് ഒരു കൂട്ടിന് 2 രൂപ, 6 രൂപയാണ്. 3 കൂട്ടോടെ ചേർത്ത് വാങ്ങിച്ച 5 രൂപ തരാം. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് ആ കൂട്ടം വാങ്ങിച്ചോണ്ട് വന്നു. അങ്ങനെ 3 ദിവസം വീട്ടിൽ കൊണ്ടുവരുമ്പോ അതിന് ചേർക്കുവാനുള്ള സാധനങ്ങളൊന്നും വീട്ടിലില്ല. അപ്പോ അത് കൊണ്ടുവന്നിട്ട് ഞാന് അത് പടവലങ്ങ പൊട്ടിയതും കീറിയതും അഴുക്കായതും ഒക്കെ കണ്ടിച്ചു കളഞ്ഞിട്ട് അതിൽ നിന്ന് ശേഷിച്ച കുറച്ചുണ്ടായിരുന്നു, അതിനകത്ത് ഉപ്പിട്ടിട്ട് വേറെ ഒന്നും അതിനകത്ത് ഇടാനില്ല. പുഴുങ്ങി 3 ദിവസത്തെ ഞങ്ങളുടെ ആഹാരം ഈ പടവലങ്ങയായിരുന്നു. 3 ദിവസം അതുകൊണ്ട് ഞങ്ങൾ വയറ് നിറച്ച് കഴിക്കാൻ പറ്റത്തില്ല. 3 ദിവസം അതുകൊണ്ട് മാത്രം ഞങ്ങൾ അല്പം ഇളയ കുഞ്ഞിന് അവന് 6-7 മാസമായതുകൊണ്ട് അവൻ അതങ്ങനെ വയറിന് കുഴപ്പമാണെന്ന് പറഞ്ഞ് അതിന്റെ ഇങ്ങനെ പിഴിഞ്ഞ് അതിന്റെ ചാറ് കൊടുക്കും. അങ്ങനെ ഒരു ജീവിത അനുഭവം ഉണ്ടായിരുന്നു. അതിന്റെ ഏകദേശം അവസാന സമയമായപ്പോഴത്തേക്കും പ്രാർത്ഥിക്കുന്നത് ഒട്ടും കുറച്ചിട്ടില്ല, ദൈവത്തോടുള്ള വിശ്വാസം കുറച്ചിട്ടില്ല. അവസാന സമയമായപ്പോഴേക്കും കഞ്ഞിവെള്ളമൊക്കെ വയറ്റിലോട്ട് പോയിട്ട് ഒത്തിരി നാളുകളായി. അപ്പോ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ UP സഹോദര കുടുംബമാണ്. സഹോദരൻ ഹിന്ദു കുടുംബമാണ് അവര്. അപ്പം ആരെങ്കിലും വന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല എന്നറിയാതിരിക്കാൻ ഞാന് സ്റ്റൗവിന്റെ മേളിലൊക്കെ പാത്രത്തിൽ വെള്ളം നിറച്ചിങ്ങനെ അടച്ചു വെക്കുമായിരുന്നു. ആഹാരം ആയി എന്ന് പറയും. ആരും ഭവനത്തിൽ കയറി വരാറില്ല. കയറി വന്നാലും യാതൊരു കാരണവശാലും ഞങ്ങൾ പട്ടിണിയാണെന്നുള്ള കാര്യം അറിയരുത്, ദൈവത്തിന് നാമം ദുഷിക്കപ്പെടും എന്ന് ഉള്ളത് കൊണ്ട്
ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമായിരുന്നു. അതിനുശേഷം ഇവരിങ്ങനെ ആഹാരം ചോറ് വെച്ചിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, 2 കുഞ്ഞുങ്ങൾക്കും. അവരിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും നിരന്തരം. അവരുടെ വിശന്നിങ്ങനെ കരയും. ഈ അടുത്തുള്ളവരൊക്കെ ചോദിക്കും, എപ്പോഴും എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പൊ കരയാതിരിക്കാൻ ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും ഉറക്കുന്നതാ എനിക്ക് പണി. എപ്പോഴും ഉറക്കും കുഞ്ഞുങ്ങൾ. അവർ ഉണരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉണർന്നാലും പോയി തട്ടി തട്ടി അവരെ ഉറക്കും. അങ്ങനെ കാരണം ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് അവരെ ഇങ്ങനെ ഉറക്കിക്കിടത്തും. ഒരു ദിവസം ഒരു 11 മണി ആയപ്പോ അവര് ഈ അരി വാർത്തിട്ട് ഈ ഗട്ടർ ഉണ്ടായിരുന്ന അടുത്തൂടെ, അങ്ങനെ ഒരു വീടിന്റെ അടുത്താ ഞങ്ങൾ താമസിച്ചേ. ഞങ്ങൾക്ക് കിട്ടിയത് വീട് അങ്ങനെയായിരുന്നു. അരി ഇങ്ങനെ വാർക്കുന്ന വെള്ളം ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് അരി വാർക്കുന്ന വെള്ളം ഇങ്ങനെ ഗട്ടറിലോട്ട് പോകുന്ന ഞാൻ കണ്ടു. ഞാൻ അവിടുന്ന് പാഞ്ഞ് കിച്ചണിലോട്ട് ഓടിപ്പോയി. ഞാനൊരു പാത്രം എടുത്തു. പാത്രം എടുത്തിട്ട് എന്റെ ചിന്ത, കുഞ്ഞുങ്ങൾക്ക് കഞ്ഞോളം വാങ്ങിച്ചു കൊടുക്കാം. അപ്പോ കഞ്ഞോളം ഒത്തിരി നാളായല്ലോ കഞ്ഞോളം കുടിച്ചിട്ട്, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ അവരുടെ അടുത്ത് ചോദിക്കുന്നേ എങ്ങനെയാ ചോദിക്കുന്നേ, ഇങ്ങനെ പറയാനും പറ്റത്തില്ല. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, സാരി മുക്കാൻ വേണ്ടി, തുണി മുക്കാൻ വേണ്ടി കഞ്ഞോളം ചോദിക്കുക, അങ്ങനെ പറയാം എന്ന് വിചാരിച്ചു പാത്രം എടുത്തോണ്ട് വാതൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചോദിക്കാന് പെട്ടെന്ന് സ്റ്റെപ്പ് വെച്ച് വെളിയിലോട്ട് ഇറങ്ങാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഞാനിങ്ങനെ അകത്തുനിന്ന് എത്തി നോക്കിയപ്പോ അവര് വടിച്ചോണ്ടിരുന്ന വെള്ളം തീർന്നുപോയി. ഞാൻ ആ പാത്രം കണ്ണുനീരോടെ, എന്നെ ദൈവം അനുവദിച്ചില്ല, ഒരു വിഷയം. 2, ഞാന് ആ പാത്രം അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി കിച്ചണിൽ കൊണ്ടുവച്ചപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പട്ടിണി മുഖാന്തരം മരിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ റെഡിയാ. പക്ഷെ നിന്നെ ഒന്നും ഞാൻ പറയത്തില്ല, അങ്ങേ ഒന്നും ദൂഷണമായിട്ട് ഞാൻ പറയത്തില്ല, ഒരു വാക്കുപോലും കൊണ്ട് പാപം ചെയ്യത്തില്ലെന്ന് ദൈവത്തോട് ഞാൻ ഒരു നിയമം ചെയ്തു, ഉടമ്പടി ചെയ്തു. അപ്പാ നീ എന്നെ കൊന്നാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു 4 മരണം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നിനക്കെതിരെ ഒറ്റ വാക്കുപോലും സംസാരിക്കത്തില്ലെന്ന് ദൈവത്തോട് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഈ അനുഭവത്തിലൂടെ വീണ്ടും പിറ്റേ ദിവസമായി ഒരു 11 മണിയായപ്പോ ഞങ്ങളുടെ കഷ്ടതയുടെ 1.5 മാസക്കാലത്തെ ദൈവിക പരിശോധന, ആമേൻ, കഷ്ടതയുടെ കഠിന ശോധന, അതിന് എനിക്കൊരു പേര് കൊടുക്കാൻ പറ്റത്തില്ല പ്രിയരെ, അത്രയധികം ഒരു കഠിന ശോധന. ആ കഷ്ടതയുടെ ഏറ്റവും അവസാനത്തെ ദിവസം രാവിലെ ദൈവദാസനെ വേറൊരു ദേവദാസൻ, അടുത്തുള്ളൊരു ദേവദാസൻ ഇങ്ങനെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അദ്ദേഹം സെമിട്രിയുടെ കാര്യങ്ങളൊക്കെ അതിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായത് കൊണ്ട് ആ സഭയുടെ ഫണ്ട് കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനെ വിളിച്ചത്. ഇദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോയി കമ്മിറ്റിയിൽ കൊടുക്കണം, അതിനു വേണ്ടി വിളിച്ചതാ. അങ്ങനെ അദ്ദേഹം വിളിച്ചു പോയി. ഒരു 11 മണിയായി. 11 മണിയായപ്പോ ഞാന് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നതിന്റെ കാരണം, എന്റെ മൂത്ത കുഞ്ഞിന്, ഇളയ കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഞാൻ ഈ മടി കിടത്തി ഉറക്കിയിട്ട് മൂത്ത കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി എനിക്ക് ഒരു പാർലേജ് ബിസ്ക്കറ്റ് തരാമോ? ഒറ്റ ബിസ്ക്കറ്റ് ചോദിക്കത്തുള്ളൂ, ഇനി വേറെ ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ ചോദ്യം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. അവൻ പറഞ്ഞത്, ഒറ്റ ബിസ്ക്കറ്റേ ചോദിക്കത്തുള്ളൂ, വേറെ ചോദിക്കത്തില്ല. ആ കുഞ്ഞിന് വിശന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാതിരുന്ന് സ്തോത്രം പറയുകയാണ്. ഒരു 11 മണിയായി. സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്റെ ഇങ്ങനെ തോളയിൽ ഇങ്ങനെ തട്ടിയിട്ടാ, മമ്മി ഒരു ബിസ്ക്കറ്റ് തരാമോ, ഞാൻ പിന്നെ ചോദിക്കത്തില്ലെന്ന് പറഞ്ഞേ. ഇത് കേട്ടപ്പോ എന്റെ കണ്ണീർ കൂടെ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. ഹന്ന എങ്ങനെയാണ് കരഞ്ഞത് എന്ന് എനിക്കറിയാം. കാരണം ഹന്ന ഒരു പുരുഷ പ്രജ, ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞു. ആമേൻ. ആ ഹന്നയെ കുറിച്ച് പറയുന്ന അവളുടെ അതരം അനങ്ങിയതേയുള്ളൂ, ശബ്ദമൊന്നും കേൾക്കാനില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഹന്നയെ പോലെ ഞാൻ ഈ കുഞ്ഞ് വിശന്ന് ആ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ കരയുന്നേ. ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരു ബിസ്ക്കറ്റ് എന്റെ കുഞ്ഞിന് കൊടുക്കാൻ തരണേ എന്ന് ഞാനിങ്ങനെ ഈ പറയുന്നത് കുഞ്ഞ് കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഹൃദയത്തിൽ മാത്രമേ പറഞ്ഞുള്ളൂ. വാ അനങ്ങുന്നുണ്ട്, പക്ഷെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയാണ്. ഞാൻ എന്റെ കണ്ണീർ കൂടി ഇങ്ങനെ കണ്ണുനീരൊഴുകി, കണ്ണെല്ലാം ചുമന്ന് തടിച്ച്, മുഖമെല്ലാം ചുമന്നപ്പോഴത്തേക്കും ഈ കുഞ്ഞ് വിചാരിച്ചു, അവൻ ബിസ്ക്കറ്റ് ചോദിച്ചത് കൊണ്ടാ ഞാൻ ഇത്രയും കരയുന്നേ.
അപ്പൊ ആ കുഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, തീരെ കൊച്ച 3.5 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞെന്റെ തോളൽ ഇങ്ങനെ തടവി, മമ്മി ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല, മമ്മി കരയല്ലേ എന്ന് പറഞ്ഞു. ഒരിക്കലും ചോദിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ നീ ചോദിച്ചോണ്ടല്ല, യേശുപ്പച്ചന്റെ അടുത്ത് ഞാൻ മമ്മി കാര്യം പറയുക എന്ന് പറഞ്ഞു. ഈ കാര്യം കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ കണ്ണൊക്കെ ഭയങ്കര ചുമന്നു, മുഖമൊക്കെ ചുമന്നു. അപ്പോഴത്തേക്ക് വീട്ടിൽ ഒരു തട്ടുന്ന സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോ ഒരു ആന്റി, അതുവരെയും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. അതിനുശേഷവും ആ ആന്റി വീട്ടിൽ വന്നിട്ടില്ല. കതക് തുറന്നു, എന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പുള്ളിക്കാരിക്ക് എന്തോ ഒരു വിഷയം എന്താണ്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ മിൻസി മുഖം എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ പറഞ്ഞു, ആന്റി ഒന്നുമില്ല, പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞ്. ഓക്കെ. അപ്പൊ ആന്റി പറഞ്ഞതാ, ഇന്ന് ടിഫിൻ ബോക്സില് ടിഫിൻ ബോക്സ് എന്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ മോൻ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നയാ, ഈ മീന് ബിൻസിക്ക് ഞാൻ കൊണ്ടുവന്നയാന്ന് പറഞ്ഞ് മീൻ കറി വെച്ച് അവൻ ഈ ടിഫിൻ ബോക്സിൽ കൊണ്ടുവന്നു. ഓക്കെ ആന്റി, ഞാൻ പ്രാർത്ഥിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ഈ ആന്റി അങ്ങ് പോവുകയും ചെയ്തു. അതിനുശേഷം വീട്ടിൽ മീൻകറി ഉണ്ട്, ആഹാരമില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റു. ദേവദാസൻ അവിടുന്ന് വന്നു. ദേവദാസൻ വന്നപ്പോ ദേവദാസന്റെ അടുത്ത് ആ ദേവദാസൻ 1000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, 600 രൂപ ആ സെമിട്രി ഫണ്ടിന് വേണ്ടിയുള്ളതാണ്, ബാക്കി 400 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചില്ലറ ഇല്ല. അപ്പൊ പാസ്റ്റർ ഞാൻ ചില്ലറ വാങ്ങിച്ചോണ്ട് തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല, ഇത് ദേവദാസൻ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ ദേവദാസന്റെ 400 രൂപ ബാക്കി കൊടുത്തു. ഈ 400 രൂപ അമ്മൻ അദ്ദേഹം പോയി അരിയൊക്കെ വാങ്ങിച്ചു, ഗോതമ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതായിരുന്നു പ്രിയ ദൈവമക്കളെ ഞങ്ങളുടെ കഷ്ടതയുടെ അവസാനത്തെ ദിവസം. ഞാൻ ഇത്രയും വിവരിച്ച് പറയാനൊരു കാരണം ഞാൻ പറയാം. ഈ കഷ്ടതയുടെ അവസാന ദിവസം അദ്ദേഹം കൊണ്ടുവന്ന സാധനമൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചപ്പോ എന്റെ കുഞ്ഞെന്നെ നോക്കി നല്ലൊരു ചിരി ചിരിച്ചു. ആമേൻ. അതിനുശേഷം അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒരു ദർശനം കാണിച്ചു. ഈ ദർശനമാണ് ഇന്ന് എന്നെ നിർത്തിയിരിക്കുന്നത്. വലിയൊരു, നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ പോകുമ്പോൾ ആന്ധ്രയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സൂര്യകാന്തി തോട്ടമുണ്ട്. സൂര്യകാന്തി തോട്ടം, കണ്ണെത്താ ദൂരത്ത് സൂര്യകാന്തി പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന നമുക്ക് ആ സ്ഥലത്തൂടെ പോകുമ്പോൾ കാണാമല്ലോ. ഇതുപോലെ ഒരു വലിയ തോട്ടം. രാവിലെ 6 മണിക്ക് ഞാനുണ്ട്, എന്നോടൊപ്പം 2 പേരുണ്ട്. ഒരാളുടെ കയ്യില് വീഡിയോ ക്യാമറ ഉണ്ട്, ഒരാളുടെ കയ്യിൽ ഫയൽ ഉണ്ട്. രാവിലെ 6 മണിക്ക് ഞാനും അവർ 2 പേരും അവിടെ ഉണ്ട്. അവരിങ്ങനെ എന്നെ ഇങ്ങനെ കാണിച്ച് ഇതിന്റെ അതിരുകൾ കാണിക്കുക. പക്ഷെ അതിര് കാണാൻ പറ്റത്തില്ല. അതിര് കാണാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഇന്ന സമയത്ത് വിത വിതയ്ക്കണം, ഈ സമയത്ത് ഇത് കൊയ്യണം, വീണ്ടും വിത്തുകൾ ശേഖരിക്കണം. ഇങ്ങനെയുള്ള ഈ വിതയും വിത്തും ഇങ്ങനെയുള്ള വിഷയങ്ങൾ, കൊയ്ത്ത്, ഇതൊക്കെയാണ് പറയുന്നത്. വൈകിട്ട് വരെ നടക്കുകയാണ്. ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട്. പക്ഷെ സൂര്യകാന്തി തോട്ടത്തിലൂടെ പോകുമ്പോൾ നല്ല തണലൊക്കെ അനുഭവിച്ച് ഇങ്ങനെ പോകുകയാണ്. കാറ്റൊക്കെ അടിച്ചിങ്ങനെ പോകുകയാണ്. വൈകിട്ട് 6 മണി ആയപ്പോഴേക്കും ഈ ക്യാമറ എന്റെ കയ്യിൽ തന്നു. ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചു. അത് മാത്രമല്ല, ഈ മറ്റേ ആൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫയൽ എന്റെ കയ്യിൽ ഇങ്ങനെ തന്നു. അത് ഞാനിങ്ങനെ പിടിച്ചു. പിടിച്ചിട്ട് അവരിങ്ങനെ പറയുകയാ, ഞങ്ങൾ അടുത്തു വരുമ്പോ ഈ സൂര്യകാന്തിയെ കുറിച്ചുള്ള, തോട്ടത്തെ കുറിച്ചുള്ള സകല കണക്കുകളും ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്രത്യക്ഷമായി. 2 പേരെയും കാണാനില്ല. ഞാൻ അവിടെ ഈ സാധനം താഴെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ യേശുവേ എന്നിങ്ങനെ വിളിക്കുക. ഒറ്റ വാക്കേ വന്നില്ല, യേശുവേ. ഇത്രയും ഞാൻ എങ്ങനെ ചെയ്യും? അതിന് പ്രാപ്തി എനിക്കില്ല. ഇത്രയും ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇങ്ങനെ യേശുവേ എന്ന് വിളിക്കുന്നു. വിളിച്ചപ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വന്നു. കഠിനമായ പരിശോധനയുടെ മധ്യത്തിലും ഒരു വാക്കുകൊണ്ട് പോലും നിന്റെ നാവിനാൽ പാപം ചെയ്യാത്ത, ഒരു വാക്കിനാൽ പോലും പാപം ചെയ്യാത്ത, ദൈവത്തെ ദൂഷിക്കാത്ത നിന്നെ ഞാൻ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു. യേശുവാകുന്നു ഞാൻ, ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുക. ഈ ഒരു ശബ്ദം എന്നെ കേൾപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ തന്നെ ഞാൻ ഉണർന്നു. ദൈവത്തിന് എന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് കഴിവും പ്രാപ്തിയുമില്ല, ദൈവം എന്നെ നടത്തണമേ. ദൈവത്തോട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ കഷ്ടതയുടെ അവസാന ദിവസമായിരുന്നു അത്. അതിനുശേഷം ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, ശുശ്രൂഷ വേളകളിൽ അനേക വിധവമാരെ പോഷിപ്പിക്കുവാൻ, അനേക പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരം കൊടുക്കുവാൻ ഞങ്ങളുടെ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ,
ആമേൻ. നമ്മുടെ ശുശ്രൂഷ ഏതായിരിക്കും, ആ ശോധനയായിരിക്കും കർത്താവ് നമുക്ക് തരുന്നത്. അന്ന് ഞാൻ അനുഭവിച്ച ആ വേദന, അതുകൊണ്ട് എനിക്കറിയാം കഷ്ടപ്പെടുന്നവരുടെ, ആഹാരമില്ലാതെ ദുഃഖിതരായിരിക്കുന്നവരുടെ വേദന എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് ആഹാരമില്ലാതെ വേദനിക്കുന്നവരെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പൊട്ടും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അവൻ സഹായിക്കുവാനിടയായി തീരും. ആ വിശ്വസ്തത ദൈവം കണ്ടു, ദൈവം അവൻ മാനിച്ചു. അത് മാത്രമല്ല പ്രിയ ദൈവമക്കളെ, അതിനുശേഷം ദൈവ ശുശ്രൂഷയുടെ പല മേഖലകളിലൂടെ നടത്തുവാൻ ഇടയായി തീർന്നു. പല മേഖലകളിലൂടെ ദൈവം നടത്തി അനേകർക്ക് ആഹാരം കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. മിഷൻ വർക്കുകളുണ്ട്, അവൻ സോഷ്യൽ വർക്കുകളുണ്ട്, അനേകരെ അവൻ തയ്യൽ പരിശീലിപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് ഇതിനിടയ്ക്ക് അവൻ ഞങ്ങളുടെ മൂത്ത മകൻ അവൻ ഞങ്ങളോടൊപ്പം, ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിലുണ്ട്. അനുഭവത്തിലൂടെ കർത്താവ് അവരെയും കൊണ്ടുവന്നത് കൊണ്ട് അവര് ഞങ്ങളോടൊപ്പം ശുശ്രൂഷ മേഖലയിലുണ്ട്. അഭിഷേകം പ്രാപിച്ച് ദൈവശക്തിയിലും അവരും ആയിരിക്കുന്നു. ഒരു സാക്ഷ്യം, ഇപ്പോൾ എൻ്റെ മൂത്ത മോന് അവൻ അമേരിക്കയിലാണ് അവൻ കടന്നുപോയത്. ഒരു പാസ്റ്റേഴ്സിന് പോലും ലോൺ കിട്ടുകയില്ല. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി ദൈവം ഞങ്ങൾക്ക് ലോൺ തന്നു. അവനിപ്പോൾ സ്റ്റേറ്റ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ അവിടെ ഒരു ചർച്ചിന്റെ വർഷിപ്പ് ലീഡറായിട്ട് ദൈവം അവനെ നിയോഗിച്ചിരിക്കുകയാണ്. ഇളയ കുഞ്ഞിപ്പോൾ BSc ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞങ്ങൾ 4 പേരും ചേർന്ന് ഏതെല്ലാം മേഖലകൾ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കാമോ ആ മേഖലകളെല്ലാം കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഓടിയതും അധ്വാനിച്ചതും വൃഥാവെന്ന് വരാതിരിപ്പാൻ കഴിയുന്ന പരമാവധി ദൈവത്തെങ്കിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഗുജറാത്തിന്റെ ചിലയിടങ്ങളിലും മഹാരാഷ്ട്രയുടെ ചിലയിടങ്ങളിലും ഒക്കെ മിഷൻ വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പോകുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, സഹോദരിമാരുടെ മധ്യത്തിലും പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദെബോര പ്രെയർ ഫെലോഷിപ്പ് എന്ന ഒരു കൂട്ടായ്മ എനിക്കുണ്ട്. ഓൺലൈനുമായും അല്ലാതെ ഫിസിക്കലായിട്ടും മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. അനേക സഹോദരിമാർ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ദൈവം ശക്തമായി പല മേഖലകളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാനും സാക്ഷ്യം പറയുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു. പ്രത്യേകിച്ച് ഈ അരോമ ടിവിയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയുവാനുള്ളൊരു വിഷയം, ഏത് കഷ്ടതയിലൂടെ കർത്താവ് നടത്തിയാലും വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക. കഷ്ടത നമ്മെ തള്ളിക്കളയുവാനല്ല, കഷ്ടത നമ്മെ ഞെരുക്കിക്കളയുവാനല്ല, കഷ്ടത നമ്മെ നശിപ്പിക്കുവാനല്ല. കഷ്ടതയുടെ മധ്യത്തിലും നമ്മുടെ ശുശ്രൂഷയിൽ നമ്മെ വളർത്തുവാനാണ് ഈ കഷ്ടത കർത്താവ് നമുക്ക് അനുവദിക്കുന്നത്. അതുകൊണ്ട് ഏത് കാലഘട്ടങ്ങളിലും ഏതെങ്കിലും ജീവിതത്തിൽ ഭാരമോ പ്രയാസമോ അനുഭവിക്കുമ്പോൾ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക, ദൈവത്തെ ദുഷിക്കാതിരിക്കുക, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുക. എന്നെ ഇത്രത്തോളം ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായി നന്ദി അറിയിക്കുന്നു. ഇപ്രകാരം എനിക്കൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകളോടും ഈ അരോമ ടിവിയോടും എന്റെ വിനീതമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ ബിൻസി ലിവിങ്സ്റ്റൺ. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ ഒരു നാമധേയ പശ്ചാത്തലത്തിൽ അറിഞ്ഞതായ ആ ഒരു നിലവാരത്തിൽ വളരെ ശക്തമായ ദൃഢനിശ്ചയത്തോടുകൂടി അവിടെ ജീവിച്ചു പോന്നതായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയുണ്ടായി. അവിടെ വെച്ച് സഹോദരൻ കർത്താവിനെ അറിഞ്ഞെങ്കിലും ആ ഒരു സത്യം കൈക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ തയ്യാറില്ലാതെ അതിനെ ശക്തമായി എതിർത്തു നിന്നതായ ആ ഒരു ബാല്യം അല്ലെങ്കിൽ യൗവനം. എന്നാൽ കർത്താവ് ആ ഭവനത്തെ, പ്രിയപ്പെട്ടവരെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് ഓരോരുത്തരെയും കർത്താവ് വിളിച്ച് വേർതിരിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നമേ, അമ്മയുടെ ഗർഭത്തിൽ പിണ്ടാഹാരമാകുന്നതിന് മുന്നമേ ആരെ തിരഞ്ഞെടുക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ആക്കണം എന്നുള്ളതൊക്കെ ദൈവം മുൻനിർണയ പ്രകാരം നിശ്ചയിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളാകുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല. പകരം സിസ്റ്റർ പറഞ്ഞതുപോലെ ഏത് മേഖലയിൽ നാം പ്രയോജനപ്പെടണമോ
അങ്ങനെയുള്ള അതേ സാഹചര്യത്തിൽ കൂടി നമ്മളെ ആദ്യം കടത്തിവിട്ട് ട്രെയിൻ ചെയ്ത് നമ്മളെ ഒരുക്കിയെടുത്തതിന് ശേഷം അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജീവിതത്തിലെ നാളുകളിലൂടെ കടന്നുപോയപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന വിഷയങ്ങളൊന്നും തന്നെ, കഷ്ടതകളൊന്നും തന്നെ അത് നഷ്ടമല്ല. പകരം അങ്ങനെയുള്ള അനേക കഷ്ടങ്ങളിലായിരിക്കുന്നവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ ആ കരങ്ങളെ ദൈവം ബലപ്പെടുത്തുകയായിരുന്നു, ഒരുക്കിയെടുക്കുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ ഒരു ധനം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ക്രൂശിലെ ആ ഒരു കഷ്ടത അല്ലെങ്കിൽ ആ ഒരു നിന്ന മോശ അത് ധനമായിട്ട് കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടിയുള്ളതായ കഷ്ടതയും രോഗവും ഒക്കെ നാമും ശീലിക്കുമ്പോൾ പിന്നത്തേതിൽ അനേക പ്രിയപ്പെട്ടവർക്ക് അതൊരാശ്വാസമായി അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നല്ലോ. പ്രിയ സിസ്റ്റർ പറഞ്ഞ ആ സാക്ഷ്യത്തിൻ്റെ ഓരോ വാക്കുകളും കടന്നുപോയ കഷ്ടതയുടെ നാളുകളാണെങ്കിൽ അതൊന്നും ഒറ്റയ്ക്കായിരുന്നില്ല, കർത്താവ് കൂടെ ഇരുന്നു. യേശു കർത്താവ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യത്തിലും നമ്മൾ വിജയിച്ച് ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടി ഒരുക്കിയതായ ആ പാതകൾ, കുടിക്കുവാൻ വെള്ളമില്ലാതെ മണിക്കൂറുകളോളം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തിരുന്ന നാളുകൾ, ഒരു ചോക്ലേറ്റിന് വേണ്ടി, ഒരു ബിസ്ക്കറ്റിന് വേണ്ടി, ഒരു തുള്ളി കഞ്ഞിവെള്ളത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരുന്ന ദിനങ്ങൾ, നിമിഷങ്ങൾ, പട്ടിണിയുടെ ആ നാളുകൾ. പക്ഷേ കർത്താവ് ഇതൊന്നും കാണാതെ ഇരുന്നില്ല, കർത്താവ് ഇതൊന്നും കേൾക്കാതെ ഇരുന്നില്ല. നമ്മുടെ മുഖത്തെ കണ്ണുനീർ തുടയ്ക്കുന്ന, നമ്മുടെ വയറിൻ്റെ വിശപ്പറിയുന്ന, നമ്മുടെ വായുടെ ദാഹം അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. തക്ക സമയത്ത് എല്ലാം നികത്തിത്തന്ന് നമുക്ക് വേണ്ടി ധാരാളമായി സമൃദ്ധിയായി നൽകിത്തരുന്ന ഒരു കർത്താവ് ഈ പ്രപഞ്ചത്തിൽ മാത്രമല്ല, ഭൂമിയിൽ മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടിയും കർത്താവ് നമുക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നാം നിലകൊള്ളുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി ശക്തമായി കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം പിന്നെയും ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസിയുടെ വിവിധ ശുശ്രൂഷകൾ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലേഡീസ് മീറ്റിങ്ങുകൾ, വിവിധ മാധ്യമങ്ങളിലൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്, അതുപോലെ വിവിധ ഇടങ്ങളിൽ കടന്നു പോകുവാൻ, ശക്തമായി കർത്താവിനെ സാക്ഷ്യം വഹിപ്പാൻ, ശക്തമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനൊക്കെ ബിൻസി സിസ്റ്ററിനെ കഴിഞ്ഞ നാളുകൾ കർത്താവ് ഉപയോഗിച്ചു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലിവിങ്സ്റ്റൺ ഈ കുടുംബം ദൈവത്തിന് വേണ്ടി നന്നായി പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ അവസരങ്ങൾ പിന്നെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും പ്രിയ സാക്ഷ്യം സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ അക്കുറേനക്കാരനായ ശീമോൻ യേശുവിൻ്റെ ക്രൂശ് പിടിച്ചത് നിമിത്തം അവനവൻ്റെ തലമുറയും പിന്നത്തേതിൽ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ പ്രിയ മക്കൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന നിമിത്തം ആ കുടുംബത്തെ, ആ തലമുറയെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ശക്തമായി കാലയളവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബിൻസി സിസ്റ്റർ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുമല്ലോ. പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, യേശുപ്പ, ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന, എന്റെ സാക്ഷ്യം കേട്ടിരുന്നുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. പ്രത്യേകിച്ച് കർത്താവെ, എന്റെ ജീവിതത്തിലുള്ളതായ കാര്യങ്ങൾ കർത്താവെ അമ്മൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും കഷ്ടതയുടെ അനുഭവത്തിലൂടെ, പ്രയാസത്തിലൂടെ, നിന്ദയിലൂടെ, അപമാനത്തിലൂടെ ആമേൻ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ അവരുടെ ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനസ്സലിയുമാറാകണമേ.
ആമേൻ. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കർത്താവെ കല്ലിലും മാറിപ്പോകുന്നതല്ലല്ലോ. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവമേ, അങ്ങയുടെ വാഗ്ദത്തത്തിന് അങ്ങയുടെ വാക്കിന് ഒരിക്കലും മാറ്റമില്ലല്ലോ പിതാവേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന് വഴി നടത്താമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, വചനത്തെ കർത്താവെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിച്ചാട്ട്. ആമേൻ. പ്രത്യേകിച്ച് അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം അനുഗ്രഹിച്ചാട്ട്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി ബിൻസി ലിവിങ്സ്റ്റൺ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയുടെ കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, അവസരങ്ങൾ ഒരുക്കട്ടെ, കർത്താവ് സൗഖ്യാരോഗ്യം ദീർഘായുസ്യം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി തിരുത്തൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം, aroma.tv.co.in. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, സാക്ഷ്യം പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന കലണ്ടറിൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഡേറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കൂടെ കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.